ഏജിങ് ഈസ് നോർമൽ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഏജിങ് ഈസ് എ ഡിസീസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇറ്റ് ഈസ് ക്യൂറബിൾ, ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. ഏജിങ്ങിനെ ഒരു ഡിസീസായിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മുതൽ ലൈഫ് മാറുകയാണ്. 4th ലാർജസ്റ്റ് കോസ് ഓഫ് ഡെത്ത് ആയിട്ട് മാറാൻ പോകുന്നത് ചേഞ്ച് ഇൻ സിപ്പ് കോഡാണ്. കൊച്ചി താമസിക്കുന്ന ഒരാൾ ബാംഗ്ലൂരേക്ക് പോയി താമസിക്കുന്നു. അവരൊറ്റ കാരണം മതി അയാൾ മരിക്കാനായിട്ടെന്ന് പറയുന്നു. കലണ്ടറിൽ 30 വയസ്സേ കാണത്തുള്ളൂ, പക്ഷെ അയാൾ പ്രായമായി. അയക്ക് 30 വയസ്സിൽ ഒരാൾ ഡയബറ്റിക് ആണെങ്കിൽ ഹീസ് ഏജ്ഡ്. പക്ഷേ ഞാൻ ആരെയും ചലഞ്ച് ചെയ്യാം, എത്ര വലിയ ന്യൂട്രീഷൻസിനെ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. ഒരു ദിവസം എനിക്ക് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും അമിനോ ആസിഡ്സും ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന എന്നെ ഒന്ന് കാണിച്ചു തരാം. ഇന്ന് വരെ ആരും ആ ചലഞ്ച് എടുത്തിട്ടില്ല. ഒരു ആൻട്രപ്രന്യൂർ ആണ് വന്ന് പുള്ളിയുടെ മുമ്പ് ഇരിക്കുന്നതെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഒരു 500-ന് താഴെയാണെങ്കിൽ ആദ്യ ആളുടെ റെക്കമെൻഡേഷൻ ബിസിനസ് വിജയിക്കണമെങ്കിൽ ആദ്യത്തെ കൂട്ട് ഡ്രൈവ് വേണ്ടേ. ബിസിനസ് വിജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡ്രൈവ് ഇല്ലാത്ത ഒരാൾക്ക് ബിസിനസ് കൊണ്ടുനടക്കാൻ. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് കടുവപ്പുറത്ത് കയറട്ടെ നമ്മൾ. മെഡിക്കൽ സയൻസിൽ തന്നെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂകളിൽ ഒന്നായിരിക്കും ഏജ് റിവേഴ്സൽ, ബയോളജിക്കൽ ഏജ് റിവേഴ്സൽ. ഇൻ 6 months വി വിൽ ബി ഏബിൾ ടു റിവേഴ്സ് 75% ഏജ്. ഈ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ എവിടേക്കോ ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഓഡിയോ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബയോ ഹാക്കിംഗ് പലർക്കും ഇതൊരു പുതിയ വാക്കായിരിക്കും. എന്നാൽ ഡെയിലി ലൈഫിൽ ഇത് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കൂടെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കാനും നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യാനും ഈ ഒരു ടെക്നോളജി നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതലായി ചർച്ച ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫുൾ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സ് ആയും റീൽസ് ആയും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. ഈ ഫുൾ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. ബയോ ഹാക്കിങ്ങിനെ പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സജീവ് നായരാണ്. ഡോക്ടർ സജീവ് നായർ ഒരു സീരിയൽ ഓൺട്രപ്രണറും ഒരു ലോഞ്ചിവിറ്റി റിസർച്ചറും കൂടിയാണ്. ഡോക്ടർ സജീവ്, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. ഈ ബയോ ഹാക്കിംഗ് എന്താണ്, അതെങ്ങനെ ഒരു സാധാരണ ആൾക്കാരിൽ പ്രയോജനപ്പെടും അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? ബയോ ഹാക്കിംഗ് എന്നുള്ള വാക്ക് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡിങ്ങിൻ്റെ പാർട്ടായിട്ട് വന്നൊരു വാക്കായിട്ട് വേണമെങ്കിൽ കൂട്ടാം. ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി, ഇതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. ഈ ഹാക്ക് എന്ന് പറയുന്ന വാക്ക് വരുന്നതുകൊണ്ടാണ് അതിനകത്ത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരാൻ റീസൺ. അതർവൈസ് ടേക്കിംഗ് ചാർജ് ഓഫ് യുവർ ഓൺ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയാം, വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ. എന്തുകൊണ്ട് ഇങ്ങനൊരു വാക്കുണ്ടായെന്ന് ചോദിച്ചാൽ 2014-15 സിലിക്കോൺ വാലിയിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, മോസ്റ്റ് ഓഫ് ദി ഐ ടി പ്രൊഫഷണൽസ് തന്നെ, അവരിൽ കൂടുതൽ ആൾക്കാരും സഫർ ചെയ്തിരുന്ന മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഒബിസിറ്റി, ഫറ്റീഗ്, ബ്രെയിൻ ഫോഗ്. അറിയാമല്ലോ, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലും ഐ ടി പ്രൊഫഷണൽസ് എല്ലാം എല്ലാവരും ഫേസ് ചെയ്യുന്നത് തന്നെ. പക്ഷെ ഇത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു അസുഖമായിട്ട് പറയാൻ ഇവർക്ക് പറ്റത്തില്ല. ഇറ്റ്സ് അഫക്റ്റിംഗ് ദ പെർഫോമൻസ്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അവർക്കറിയാം, പക്ഷേ അത് സ്പെസിഫിക് ആയിട്ടൊരു അസുഖമല്ല. ഇപ്പോൾ പലപ്പോഴും ഒരു അസുഖം അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവർക്ക്. അതിനൊരു സൊല്യൂഷൻ എവിടെ കിട്ടും എന്നുള്ളത് ഇങ്ങനെയുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ബേസിക്കലി അവർ തന്നെ കണ്ടെത്തി എങ്ങനെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഹൗ ഐ ക്യാൻ കം ഔട്ട് ഓഫ് ദിസ്. അങ്ങനെയാണ് ശരിക്കും ബയോ ഹാക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 ആ ഒരു പീരീഡിൽ. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ടേക്കിംഗ് ചാർജ് ഓഫ് യുവർ ഓൺ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. നിങ്ങളുടെ സ്വന്തം ഹെൽത്തിൻ്റെ ചാർജ് നിങ്ങൾ സ്വയം ഏറ്റെടുക്കുക. എങ്ങനെ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻസും ടെക്നോളജിയും മെത്തഡോളജികളും പ്രോട്ടോക്കോളും യൂസ് ചെയ്തുകൊണ്ട്. ഇതൊരു സെൽഫ് മെഡിക്കേഷനൊന്നുമല്ല. അങ്ങനെ കരുതുമ്പോഴാണ് ഇതിന് തെറ്റ് വരുന്നത്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു മെഡിക്കൽ ഡോക്ടർ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ പ്രൊഫഷണൽസും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വേണം. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പ്രശ്നം അസുഖം വരുന്നു എന്നുള്ളതല്ല. അസുഖമൊക്കെ മാനേജ് ചെയ്യാൻ ഇന്ന് മെഡിക്കൽ സയൻസിന് അത്രമാത്രം അഡ്വാൻസ് ആയതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഏത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയും ഇന്ന് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. കാരണം 1980-കളിൽ നമ്മുടെ ഇവിടുത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ചാൽ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 48 വയസ്സായിരുന്നു. ഇന്നത് 69-70 വയസ്സായി. സോ ദാറ്റ് മീൻസ് നമ്മൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് നമ്മുടെ ആരോഗ്യം ഇപ്പം മോശമായി എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഇൻഫാക്ട് ശരിയായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയിട്ടേ ഉള്ളൂ, വളരെയധികം കൂടിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 70 എന്ന് പറയുമ്പോൾ അർത്ഥം 1 out of 3 വിൽ ലീവ് മോർ ദാൻ 100 years എന്നാണ്. സിമ്പിൾ മാത്തമാറ്റിക്സ്. അപ്പോൾ 100 പേരിൽ നമ്മൾ 3 പേര് പോണെങ്കിൽ നമ്മൾ ഒരാൾ 100 എന്തായാലും കടക്കും. പക്ഷെ ഇവിടുത്തെ ചോദ്യം എങ്ങനെ കടക്കും, ആ കടക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഉണ്ടാവും, എന്ത് ഷേപ്പിലായിരിക്കും, ഇതൊക്കെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്ന്, അപ്പം ഇന്നത്തെ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റിൽ കൂടെ നമുക്കിന്ന് എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ മാനേജ് ചെയ്യാവുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഡിറ്റീറിയേഷൻ ഓഫ് പെർഫോമൻസ് ആണ്. ഇന്നെല്ലാവരും സഫർ ചെയ്യുന്ന അതേ ഒരേ ഇഷ്യൂ ആണ്. പെർഫോമൻസ് അഫക്റ്റഡ് ആവുന്നു, ബ്രെയിൻ ഫോഗ്, ഫറ്റീഗ്, ജീവിതത്തോട് താല്പര്യം കുറയുന്നു, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്.
ഇതൊക്കെ പലതും മാനസികമാണ് എന്നുള്ള ധാരണയിൽ പലതും നമ്മൾ എഴുത്തള്ളാറുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഡീപ്പർ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ഈസ് മോർ ടു ഡു വിത്ത് യുവർ ഫിസിയോളജി. നമ്മളുടെ ശരീരം, നമ്മൾ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ്, സെല്ലുലാർ ലെവൽ ഫങ്ഷൻസിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തണം. ഇതിനും എല്ലാത്തിനും ഡോക്ടറിൻ്റെ അടുത്ത് ഓടിപ്പോയിട്ട് കാര്യമില്ല. അവിടെയാണ് ഈ ബയോ ഹാക്കിംഗ് പോലുള്ള കോൺസെപ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ട്രഡീഷണൽ ഒരു മെഡിക്കൽ കെയർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതൊരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ഒരു രീതിയാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ ഈ ബയോ ഹാക്കിങ്ങിലോട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ആക്ച്വലി നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് ഒരാളുടെ ശരീരഘടനയെ മനസ്സിലാക്കി ഇങ്ങനൊരു രോഗം വരാം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു ടെക്നോളജി ആണല്ലോ ബേസിക്കലി. അപ്പം ഈ കോവിഡ് കഴിഞ്ഞ സമയത്താണല്ലോ ഇത് ഇത്രയും ഒരു ബൂമിലോട്ട് കൊണ്ടുവന്നത്, ഈ ഒരു ടെക്നോളജി ബൂം, ഇതിൻ്റെ ഒരു ഇനി ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു സാധനത്തിൽ വരുമ്പം ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദാറ്റ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് പ്രിവെൻറ്റീവ് ഉണ്ട്, രണ്ട് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് ഉണ്ട്. രണ്ടും ഇന്നത്തെ പാർട്ടാണ്. കാരണം ഡിസീസ് വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റും ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പ്രിവെൻഷൻ, യെസ് ഓഫ് കോഴ്സ്, പ്രിവെൻഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ, ഇന്ന് എന്തുകൊണ്ട് ഇതിന് ഇത്ര റിലവൻസ് വരുന്നു എന്ന് ചോദിച്ചാൽ ഡേറ്റ അവൈലബിൾ ആയതുകൊണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. 2003 ഹ്യൂമൻ ജനോം പ്രോജക്റ്റ് ഓപ്പൺ ആയത്. അതിനുശേഷം നമുക്കിന്ന് ഒരു മനുഷ്യൻ്റെ ജനോമിക് ഡീകോഡിങ് ചെയ്യാൻ പറ്റും. 1 ml സലൈവ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ 2019 വി റൂട്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 1 ml സലൈവ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളുടെ എൻ്റയർ ജനറ്റിക് ഇൻഫർമേഷൻ നമുക്ക് ഡീകോഡ് ചെയ്യാം. അതിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഡിസീസുകൾ, അതായത് നമ്മളുടെ തലമുറകളായി കൈമാറി വന്നിട്ടുള്ള ഡിസീസുകൾ, അതുമായി ബന്ധപ്പെട്ട ജീൻ വേരിയൻറ്റുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താം. ഓക്കെ, ജീൻ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ എറർ എന്ന് കൂട്ടിക്കോ, ജീനിലുള്ള എററുകൾ കണ്ടെത്താം. ഇത് അങ്ങനെ ഒരു ജീൻ വേരിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം ആ അസുഖം വരുമെന്നൊന്നുമല്ല, വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ചോദ്യം, ഇപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ കൊറോണറി ആർട്ടറി ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട ജീൻ വേരിയൻ്റ് ഉണ്ടെങ്കിൽ അതവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതെന്തെങ്കിലും സ്വിച്ച് ഓൺ ആയാൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ ചോദ്യം എത്രമാത്രമേ ഉള്ളൂ, ഇതിനെ സ്വിച്ച് ഓൺ ആക്കുന്നതിൽ നിന്ന് എന്താണ് ആ സ്വിച്ച് ഓൺ ആക്കുന്ന ഘടകം? അതിന് നമ്മൾ ട്രിഗർ എന്ന് പറയും. എന്താണ് ആ എപ്പിജനറ്റിക് ട്രിഗർ എന്ന് പറയുക? അതായത് ജീനിനെ പുറത്തുനിന്ന് സ്വാധീനിക്കുന്ന ട്രിഗർ എന്താണ്? ആ ട്രിഗർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്നത് സാധിക്കും. അതിനാണ് എപ്പിജനറ്റിക് സയൻസ് എന്ന് പറയുക. ആ ട്രിഗറിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രിഗറിനെ ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ആ ട്രിഗർ എന്ന് പറയുന്നത് നോർമലി, എപ്പിജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നോർമലി ഫുഡ്, എക്സസൈസ്, ഇതൊക്കെ നമ്മളിപ്പോൾ ഓരോ ദിവസവും ചെയ്യുന്ന നമ്മുടെ ജീവിതക്രമം ഉണ്ടല്ലോ, അതിനകത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു മാറ്റമായിരിക്കാം ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈവൻ ഫോർ ദാറ്റ് മാറ്റർ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ സിപ്പ് കോഡ് 4th ലാർജസ്റ്റ് കോസ് ഓഫ് ഡെത്ത് ആയിട്ട് മാറാൻ പോകുന്നത് ചേഞ്ച് ഇൻ സിപ്പ് കോഡാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കൊച്ചി താമസിക്കുന്ന ഒരാൾ ബാംഗ്ലൂരേക്ക് പോയി താമസിക്കുന്നു. അവരൊറ്റ കാരണം മതി അയാൾ മരിക്കാനായിട്ടെന്ന് പറയുന്നു. എന്താ കാരണം? മേ ബി അവിടെ ഉപയോഗിക്കുന്ന ഒരു ഓയിലായിരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പൂഫ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയും. ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ചില പർട്ടിക്കുലർ ജീൻ വേരിയൻ്റ് ഉള്ള ആൾക്കാരിൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കൊടുക്കുകയും അത് കൊറോണറി ആർട്ടറി ഡിസീസിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് ശീലിച്ച ആൾക്കാരാണ്. നമ്മളിപ്പോൾ പൂഫ വളരെ കുറവാണ്. പൂഫ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിൽ, സീഡ് ഓയിലാണ് കൂടുതലും പൂഫയുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടുന്ന് പോയിട്ട് കടുകെണ്ണയോ അല്ലെങ്കിൽ അതേപോലെ സീഡ് ഓയിൽ ഉപയോഗിക്കുന്ന, സൺഫ്ലവർ ഓയിൽ, പ്രധാനമായിട്ടും സൺഫ്ലവർ ഓയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴായിരിക്കാം ഈ ജീൻ വേരിയൻ്റ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ഹാർട്ട് ഡിസീസിലേക്ക് വരാനുള്ള ചാൻസ്, ആ ജീൻ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്കൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മളുടെ കറക്റ്റായിട്ടുള്ള പ്രൊഫൈലിന് പറ്റുന്ന തരത്തിലുള്ള ഫുഡ് ഏതാണ്, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഏതാണ്, ചെയ്യേണ്ട എക്സസൈസ് ഏതാണ്, ചെയ്യേണ്ടാത്ത എക്സസൈസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ട്രിഗർ ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ പറ്റിയാൽ ഈ ഡിസീസുകളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ലോക പ്രശസ്തരായിട്ടുള്ള ചില ജനറ്റിസിസ്റ്റുകളുണ്ട്, ജോസ് കോഡിയാരോ, ഡേവിഡ് വൂഡ് എന്നൊക്കെ പറയും, നോബൽ പ്രൈസ് ലോറേറ്റ്സ് ആണ്. അവർ പറഞ്ഞത് ഡെത്ത് ബിക്കംസ് ഓപ്ഷണൽ ബൈ 2045 എന്നാണ് പറയുക. രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ഒന്ന് ഇൻഫോംഡ് ആൻഡ് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് അൺഇൻഫോംഡ്. സോ ഇമ്മോർട്ടാലിറ്റി അല്ല പറയുന്നത്. ഇമ്മോർട്ടാലിറ്റി അല്ല, ഇൻഫോംഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? എനിക്കറിയാം എൻ്റെ ഉള്ളിലുള്ള ജീൻ വേരിയൻ്റ് എന്താണെന്ന് എനിക്കറിയാം, അതിനെ എന്താണ് എൻ്റെ ട്രിഗർ എന്നറിയാം. നൗ ഇറ്റ് ഈസ് അപ് ടു മീ ടു ടേക്ക് ദ സ്റ്റെപ്സ്. വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒന്നും അറിയാത്തവരുണ്ടാവും. ഇന്ന് അതാണല്ലോ, ഇന്ന് 99% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, കാരണം ഇതൊരു പുതിയ സയൻസാണ്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് കൂടുതൽ പോപ്പുലർ ആവും, കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. നൗ ഓരോരുത്തരും, ഈ ജനോമിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടെസ്റ്റാണ്, ബ്ലഡ് പോലും വേണ്ട, സലൈവ മാത്രം മതി, ഒരു സെല്ല് കിട്ടിയാൽ മതി. വൺസ് ഇൻ യുവർ ലൈഫ് ടൈമാണ്. കാരണം ഇത് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിൽ നമ്മളുടെ ജീൻ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ വി നോ എക്സാക്ട്ലി അവർ പ്രൊഫൈൽ അറിയാം.
അതനുസരിച്ച് ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങളിവിടെ ചെയ്യുന്ന അങ്ങനെയാണ്. ഒരാളുടെ ജെനോമിക് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ജീൻ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം, എപ്ലിമോ നമ്മൾ പറയും, എപ്പിജനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാണ്. അതൊരു ഓപ്പറേറ്റിംഗ് മാനുവൽ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫാണ്. നമ്മളിപ്പം ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചാലും ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ഇല്ലേ, പക്ഷെ നമ്മുടെ ബോഡിക്ക് ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ടോ? അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലായിരിക്കും. അബ്സല്യൂട്ട്ലി ഒരു ബന്ധം ഉണ്ടാവില്ല. 1 കോടി ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും കണ്ടീഷൻസ്, ഈ ജീനുകൾ 99% സെയിം ആണ്. പക്ഷേ ഈ വേരിയൻസ് എന്ന് പറയുന്നത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും, വേരിയൻസ് ഉള്ളത്. അതും അതിൻ്റെ റീസൺസും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഹയർ റിസ്ക് ഉള്ള ഒരു ജീൻ ഉണ്ടെന്നിരിക്കട്ടെ, എനിക്കുണ്ട്, എൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രിഗർ എന്താണെന്നുള്ളതാണ് പിന്നെ ചോദ്യം. കാരണം ഇതുവരെ അത് ഓൺ ആയിട്ടില്ലല്ലോ, അത് ഉറങ്ങിക്കിടക്കുകയല്ലേ. അതിൻ്റെ ട്രിഗർ എന്താണ്? അപ്പോൾ ട്രിഗർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എൻ്റെ കേസിൽ അത് എലിവേറ്റഡ് ലെവൽസ് ഓഫ് ഹോമോസിസ്റ്റീൻ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഹോമോസിസ്റ്റീൻ എന്ന് നമ്മുടെ ശരീരത്തിനുള്ള പ്രോട്ടീൻ്റെ ലെവൽസ് എൻ്റെ ശരീരത്തിൽ ജനറ്റിക്കലി എലിവേറ്റഡ് ആയി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു 3 to 4 months കൂടുമ്പോൾ ഞാനൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഹോമോസിസ്റ്റീൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം അതൊരു 12 മുകളിൽ കയറുന്നുണ്ടെങ്കിൽ അതങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനടുത്ത അടി എനിക്ക് കിട്ടും. ഇതാരും പോയി ടെസ്റ്റ് ചെയ്യാറുള്ള കാര്യമല്ല നോർമലി. എല്ലാ ആൾക്കാർക്കും ഈ പ്രശ്നം ഉള്ളതുമല്ല കേട്ടോ. നൗ ഇനി അടുത്ത ചോദ്യം, ഈ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന സംഭവത്തിനെ ഉയർത്തുന്ന ജീൻ, ആ ജീനിനെ ഓണാക്കുന്നത് എന്താണെന്നുള്ളതാണ്. അത് എൻ്റെ കേസിൽ ഫോളേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ B9 എന്ന് പറയുന്നൊരു വൈറ്റമിൻ്റെ ജനറ്റിക് ഡെഫിഷ്യൻസിയാണ് എൻ്റെ കേസിൽ. നിങ്ങളുടെ കേസിൽ അത് ചിലപ്പം B12 ആവാം. ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്കത് കണ്ടെത്തി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സപ്പോസ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഹോമോസിസ്റ്റീൻ ലെവൽ 12 or 13 ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കൂടി ചെയ്യുന്നത് മിഥൈൽ ഫോളേറ്റ് എന്ന് പറയുന്നൊരു സപ്ലിമെൻറ്റേഷൻ പർച്ചേസ് ചെയ്യും. ഒരു 2 ആഴ്ച കഴിക്കും. അത് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഹോമോസിസ്റ്റീൻ കൺട്രോളിലാവും. ഇതാണ് ഹാക്ക് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ലിവർ തിരിക്കുക. മറ്റേ കാലത്തുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അടി കിട്ടി കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഡെയിലി ലൈഫിൽ ഇപ്പം സാധാരണ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിലും ഇപ്പം ഇതുപോലെ എന്തെങ്കിലും ട്രിഗർ ചെയ്യുന്ന കാര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് പ്രാക്ടിക്കലി എത്ര പേർക്ക് അത് പോസിബിൾ ആയിരിക്കും? എല്ലാ വീട്ടിലും അല്ലെങ്കിൽ എല്ലാവരും ഇത് നോക്കി അത് ഓരോ ദിവസവും, ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും ഡിഫറെൻറ്റ്. ഇത് അത്ര ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ഒന്നുമില്ല. ഇതിനകത്ത് നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ടാവും. ചില ആൾക്കാർക്ക് പീനട്ട് പറ്റാത്തവരുണ്ട്. പീനട്ട്സ് അലർജി അല്ല, ഞാൻ ജനറ്റിക്കലായിട്ട് തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു അലർജി കണ്ടീഷനിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് പാലുള്ള എന്ത് കഴിച്ചു കഴിഞ്ഞാലും അപ്പോൾ തന്നെ അവർക്ക് വോമിറ്റ് ചെയ്യാനോ ഹെഡേക്കൊക്കെ വരുന്നത് കാണാൻ പറ്റും. അപ്പം ഡോക്ടേഴ്സ് പറയും ലാക്ടോസ് ഇൻടോളറൻസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ പാൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് സാധാരണ പറയുക. പക്ഷേ വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, ഞങ്ങളുടെ ഈ ജനറ്റിക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ആൾക്കാരുണ്ട്. അവർക്ക് യാതൊരു സിംറ്റവും ഇല്ല, അവർ പാൽ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ല, അവർക്ക് ഹെഡേക്കും ഇല്ല, നോഷിയയിലൊന്നുമില്ല. പക്ഷേ ജനറ്റിക്കലി അവർ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. ഇതിലാണ് കൂടുതൽ പ്രശ്നം നമ്മൾ കാണാറുള്ളത്. കാരണം ജനറ്റിക്കലി ലാക്ടോസ് ഇൻടോളറൻ്റ് എന്ന് പറയുമ്പോൾ ആ ജീൻ ഓൺ ആണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന, പുറത്ത് എക്സ്റ്റേണലായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇൻറ്റേർണലി അവർക്ക് പ്രശ്നങ്ങളുണ്ടാവാം. ലൈക്ക് ലീക്കി ഗട്ട് എന്നൊക്കെ പറയും, ഗട്ടിൽ ക്രാക്ക് വീഴുക, അതിലൂടെ അവിടെ നിന്നാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളിലേക്ക് ലീഡ് ചെയ്യുക. അപ്പം ഞങ്ങളത് അങ്ങനത്തെ കുറേ കണ്ടീഷനുകളിൽ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കണ്ടീഷനുകളിൽ അവരുടെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ജനറ്റിക് ആയിട്ടുള്ള ഉണ്ടതുകൊണ്ട് അവർക്ക് അവരുടെ മോഡിഫിക്കേഷൻസ് വരുത്തിയ സമയത്ത് അവർക്ക് അതിൽ നിന്ന് റിക്കവറി വരുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം 5 പേര്, വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡയറ്റ് പ്ലാൻ ഒന്നുമല്ല അതിന് ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർക്ക് ഉണ്ടാവും, എല്ലാ ആൾക്കാർക്കും എല്ലാം അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ചില ആൾക്കാർക്ക് ചില സാധനങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ടാവും. ചില ആൾക്കാർക്ക് ഇപ്പം ബ്രോക്കോളി, ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ വെജിറ്റബിളൊന്നും അല്ലെങ്കിലും പുറത്തുനിന്ന് വന്നതാണെങ്കിലും ഏറ്റവും ഹെൽത്തി വെജിറ്റബിളായിട്ട് കരുതുന്ന ഒന്നാണ്, ഹെൽത്തി വെജിറ്റബിളുമാണ്. സൾഫർഫൈൻ എന്ന് പറയുന്ന വളരെ ശക്തിയുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള ഒരു വെജിറ്റബിളാണ്. പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന ചില കേസുകളിൽ ഈ സൾഫർഫൈൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഓണാക്കുന്ന ചില ജീനുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് ബ്രോക്കോളി നെഗറ്റീവ് റിസൾട്ട് കൊടുക്കും. അപ്പോൾ 1 man's ഫുഡ് ക്യാൻ ബി അനദർ മാൻസ് പോയ്സൺ എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സത്യമാണെന്നുള്ളത് സയൻസ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ഭക്ഷണം വേറൊരാൾക്ക് വിഷമാകാം. അപ്പോൾ ഈ വൺ സൈസ് ഫിറ്റ് ഓൾ മോഡൽ കംപ്ലീറ്റ്ലി മാറുന്ന ഒരു കാലമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ന്യൂട്രീഷൻ, അതെ, ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ. ഇപ്പോൾ ജനറലി ഒരു ജിം ട്രെയിനർ അല്ലെങ്കിൽ അവിടുത്തെ ന്യൂട്രീഷനിസ്റ്റ് കൊടുക്കുന്ന ഒരു രീതി കോമൺ ആയിരിക്കും. ആളുടെ ഒരു ഫാറ്റ് പെർസെൻറ്റേജ് നോക്കുക, അതിനനുസരിച്ച് ബേസിക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, ഇപ്പോൾ അതിനനുസരിച്ച് കൊടുക്കാറുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും ഇൻ ടേംസ് ഓഫ് സപ്ലിമെന്റ്സും ഫുഡിന്റെ കാര്യത്തിൽ? ഇത് രണ്ട് സെക്ടറിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ന്യൂട്രീഷൻ സെക്ടറിലും ഇമ്പോർട്ടൻ്റ് ആണ്, ഫിറ്റ്നസ് അല്ലെങ്കിൽ എക്സസൈസിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ന്യൂട്രീഷൻ, ഞാൻ രണ്ടിൻ്റെ ഓരോ എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്രിട്ടിക്കാലിറ്റി മനസ്സിലാവും. ന്യൂട്രീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും വെയിറ്റ് ലോസിന് ഉപയോഗിക്കുന്ന ഒന്നാണ് കീറ്റോ ഡയറ്റ്. ഇപ്പം നമ്മളിവിടെ ജനറ്റിക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഫാറ്റ് മെറ്റബോളിസം, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതിനെയൊക്കെ ബോഡി മെറ്റബിളൈസ് ചെയ്യണമല്ലോ. മെറ്റബിളൈസ് ചെയ്യാൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വേണം ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ. സോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചില ജീനുകളുമുണ്ട്, അതുപോലെ നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയകളുമുണ്ട്. നൗ ചില ആൾക്കാരിൽ ഇമ്പയർഡ് ഫാറ്റ് മെറ്റബോളിസം, അതായത് ആ ജീൻ ഓൺ ആയി കഴിഞ്ഞാൽ അവരുടെ ഫാറ്റ് മെറ്റബോളിസം ഇമ്പയർഡ് ആവും എന്ന് പറഞ്ഞാൽ അത് അതിനുള്ള കഴിവ് കുറയും, ഫാറ്റിനെ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള ആൾക്കാർ, സപ്പോസ് ഇമാജിൻ അവരാണ് കൂടുതലും ഒബീസ് ആവുന്നതിൽ ഒരു പരിധി വരെ അവരുടെ ബോഡി വെയിറ്റ് പെട്ടെന്ന് കൂടുന്ന കാണാൻ പറ്റും. ഏതോ സമയത്ത് അവരുടെ, അതാണ് ചില ആൾക്കാർ പറയില്ലേ, ഒരു പ്രശ്നമില്ലായിരുന്നു, നല്ല സ്ലിം ആയിട്ടിരുന്ന ആളാണ്, പെട്ടെന്ന് എവിടെ നിന്ന് അടി വെച്ചെന്ന് അറിയില്ല എന്ന് പറയും. സോ അത് ഈ കേസാണ് കൂടുതലും. അവരുടെ ഉള്ളിൽ ആ ഫാറ്റ് മെറ്റബോളിസം ഇമ്പയർഡ് ആക്കാൻ സാധ്യതയുള്ള ജീൻ വേരിയൻ്റ് ഉണ്ടായിരുന്നു, അത് ഏതോ സമയത്ത് സ്വിച്ച് ഓൺ ആയി, അപ്പം മുതൽ തടി വെച്ച് തുടങ്ങി. ഇവർക്ക് സപ്പോസ് ഇവരെ കീറ്റോ ഡയറ്റിലേക്ക് ഇടുകയാണെന്നിരിക്കട്ടെ, ഡെഫിനറ്റ്ലി മേജർ ഹെൽത്ത് ചലഞ്ച് ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം അവർ അസറ്റ് ജനറ്റിക്കലി ഫാറ്റ് മെറ്റബോളിസം അവരുടെ ഇമ്പയർഡാണ്. അതിൻ്റെ മുകളിലേക്ക് അവരെ വീണ്ടും ഫാറ്റിലേക്ക് അവരെ വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് അവർ മേജർ ഹെൽത്ത് ചലഞ്ചിലേക്ക് പോകുന്നുണ്ടാവും. ഇതുകൊണ്ടാണ് ചില ആൾക്കാർ കീറ്റോ ഡയറ്റിലെത്തി മരിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ റിസർച്ച്. സെയിം വേ നമ്മൾ ഫിറ്റ്നസ് എക്സസൈസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ HIIT, ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്, നല്ലതാണ്, റിസൾട്ട് തരുന്നതാണ്. ബട്ട് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് കാണുന്നത് QT, പ്രൊലോങ്ഡ് QT എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് QT എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മുടെ ECG നോക്കിയാൽ PQRT എന്ന് പറഞ്ഞ ഗ്രാഫ് കാണില്ലേ, ഈ Qയും Tയും തമ്മിലുള്ള ഗ്യാപ്പാണ് ഈ QT എന്ന് പറയുന്നത്. അതും ഡിസീസ് ഒന്നുമല്ല, ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. പക്ഷെ പ്രൊലോങ് QT കണ്ടീഷനുള്ള ആൾക്കാരിലാണ് നമ്മൾ കാണുന്നത് സഡൻ കാർഡിയാക് ഡെത്തിനുള്ള ചാൻസ് കൂടുതൽ. എന്ന് വെച്ചാൽ പ്രൊലോങ് QT ഉള്ള എല്ലാവരും സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാവും നല്ല അർത്ഥം. പ്രൊലോങ് QT ഉള്ള ആൾക്കാരിൽ ചില കാര്യങ്ങൾ, ചില ട്രിഗേഴ്സ് ഉണ്ടാകുമ്പോൾ അതിനകത്തൊരു ട്രിഗർ HIIT ആണ്. അല്ലെങ്കിൽ ലോങ് എൻഡ്യൂറൻസ് എക്സസൈസസ് അല്ലെങ്കിൽ മാരത്തൺ, അങ്ങനെ വരുന്ന സമയത്തുണ്ടാവുന്നത് ഈ ജീൻ വേരിയൻ്റ് ഉള്ള ആൾക്കാരിൽ ഇത് ട്രിഗേർഡ് ആവാം. അത് പെട്ടെന്നൊരു ഒന്നെങ്കിലും ഒരു കൊളാപ്സ് ചെയ്യാം, സഡൻ കാർഡിയാക് ഡെത്തിലേക്ക് പോവാം, ഇതുപോലുള്ള കണ്ടീഷനിലേക്ക് പോവാം. അപ്പോൾ ഒരിക്കൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, സപ്പോസ് എനിക്ക് പ്രൊലോങ് QT ഉള്ള ആളാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മളുടെ എക്സസൈസിനെ മോഡിഫൈ ചെയ്യാം, ഒന്ന്. രണ്ട്, ഇനി പ്രൊലോങ് QT ജീൻ ഉള്ള ആൾ പോലും ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നൊരു ഘടകം ഉണ്ടാവും, എക്സ്പ്രസ് ചെയ്യിക്കുന്ന ഒരു ട്രിഗർ ഉണ്ടാവും, അതിനെ എക്സ്പ്രസ് ചെയ്യിക്കുന്ന ഒരു ട്രിഗർ. ഞാനൊരു എക്സാമ്പിൾ, ഞാനത് ഞങ്ങളുടെ സാറിന് എല്ലാ കമ്മ്യൂണിക്കേഷനിലും പറയാറുള്ളൊരു കാര്യമാണ്. ആക്ച്വലായിട്ട് ആൾ ഒബ്വിയസ് ആയിട്ട് പുറത്തുനിന്ന് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ആളൊരു മൾട്ടി ബില്യനറാണ്, ഡയമണ്ട് മർച്ചൻ്റാണ്, സൂറത്തിലുള്ള ആളാണ്. 2001 എനിക്ക് തോന്നുന്നു ആൾ നമ്മളുടെ വി റൂട്ട്സിൽ ജെനോമിക് പ്രോഗ്രാമിനകത്ത് എൻറോൾ ചെയ്തു. റിസൾട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രൊലോങ് QT ജീനുണ്ട്. അപ്പോൾ നമ്മളുടെ ജനറ്റിക് കൗൺസിലിംഗ് ഉണ്ട്, അതായത് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചൊരു കൗൺസിലിംഗ് ഉണ്ടാവും നമ്മുടെ ജനറ്റിക് എക്സ്പേർട്സ്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു, സാറിന് മാരത്തൺ റെക്കമെൻഡഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ റിപ്പോർട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം ഞാൻ കഴിഞ്ഞ വർഷം മുതൽ മാരത്തൺ ഓടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 മാരത്തൺ കംപ്ലീറ്റ് ചെയ്തു, ഐ ഫീൽ സോ ഗുഡ്. ഞാൻ ഇൻറ്റേർണലി ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, 100 മാരത്തൺ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അവരുടെ കാര്യം പറഞ്ഞു, അവരിവിടെ നമ്മുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് എഴുതി വെക്കുകയും ചെയ്തു. അത് 2023 ഡൽഹി മാരത്തണിൽ ആൾ കൊളാപ്സ് ചെയ്തു. ഫോർട്ടിസ് ഹോസ്പിറ്റലിൽ പോയി, അവിടുത്തെ കാർഡിയോളജിസ്റ്റ് മേ ബി US എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ആൾ അങ്ങനെ ചോദിച്ചു, നിങ്ങളെപ്പോലൊരു മൾട്ടി ബില്യണറൊക്കെ ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് വേണ്ട പ്രിക്കോഷനൊക്കെ എടുക്കണ്ടേ, വേണ്ട ടെസ്റ്റൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ആൾ ഈ റിപ്പോർട്ട് കാണിച്ചു മൊബൈലിൽ. ഞങ്ങൾക്ക് ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതിനകത്തെല്ലാം കാണാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം ആൾ ചോദിച്ചു, നിങ്ങൾ എന്തൊരു പമ്പര വെട്ടി, എന്നത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഇതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എനിക്ക് ഓടണം. ഉണ്ടായ സംഭവമാണ്. അപ്പം അവിടുന്ന് ഡോക്ടർ ഞങ്ങളുടെ ഇവിടുന്ന് ടീമിനെ കോൺടാക്ട് ചെയ്തു, ഇതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു. മാർഗം അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ശരിയാണല്ലോ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക. അപ്പോൾ നമ്മൾ കോറിലേറ്റ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അതായത് ഈ കണ്ടീഷനുള്ള ആൾക്കാരിൽ വേറെ എന്ത് കണ്ടീഷനുണ്ട് എന്നുള്ള രീതിയിൽ കോറിലേറ്റ് ചെയ്തിട്ട് അതുമായിട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാവുന്ന പബ്ലിഷ് പേപ്പർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യപ്പോൾ ഈ വ്യക്തിക്ക് ജനറ്റിക്കലി മഗ്നീഷ്യം അബ്സോർപ്ഷൻ വളരെ പുവറാണ് ജനറ്റിക്കലി.
അപ്പോൾ ലോവർ മഗ്നീഷ്യം അബ്സോർപ്ഷനും ഈ പ്രൊലോങ് QT ആയിട്ടൊരു കണക്ഷൻ പബ്ലിഷ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെയാണ്, സോ ഇറ്റ്സ് അപ് ടു യു ടു ടേക്ക് എ ഡിസിഷൻ. അങ്ങനെ ഡോക്ടർ ആൾക്ക് എന്താ പറയുക മഗ്നീഷ്യം IV കൊടുത്ത ശേഷം, ഇഞ്ചക്ഷൻ കൊടുത്ത ശേഷം ആൾ റൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 68 മാരത്തൺ ആൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ചില ആൾക്കാരുടെ ധാരണ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരില്ല എന്നുള്ളതല്ല. അല്ല, ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കതനുസരിച്ച് നമുക്ക് മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചില കേസ് സപ്ലിമെൻറ്റ്സ് ആയിരിക്കാം, ചില കേസിൽ ഇതുപോലുള്ള ഡോക്ടേഴ്സ് ഇൻ്റർവെൻഷൻ ആയിരിക്കാം, മെഡിക്കൽ ഇൻ്റർവെൻഷൻ ആയിരിക്കാം. ചില കേസിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതിയാവും, മാസീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. ഇത് ലൈക്ക് വെൻ ഈസ് എ ഗുഡ് ടൈം ടു ടെസ്റ്റ് ദിസ്? കുഞ്ഞ് ജനിക്കുമ്പോഴേ ടെസ്റ്റ് ചെയ്യാം? സലൈവ ഇപ്പോൾ കിട്ടുന്നോ അപ്പോൾ ചെയ്യാൻ പറ്റും, സിമ്പിൾ. ഇൻട്രസ്റ്റിംഗ്ലി എപ്പിജെനറ്റിക് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് കുട്ടിക്കാലത്ത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയാനൊരു കാരണമുണ്ട്. ദ ചൈൽഡ് ഹൂ ഈസ് ഗോയിങ് ടു ലീവ് മോർ ദാൻ 1000 years ഇസ് ഓൾറെഡി ബോൺ എന്നാണ്. അത് പറയാനുള്ള റീസൺ, ഈ എപ്പിജെനറ്റിക് മോഡിഫിക്കേഷൻസ് ചെയ്ത ഒരു കുട്ടി, ഒരു പെൺകുട്ടി ആൺകുട്ടിയും കല്യാണം കഴിക്കുന്നവരോട് ഉണ്ടാകുന്ന ഒരു ഓഫ്സ്പ്രിങ്ങിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാകാനുള്ള, അതായത് ജനറ്റിക് വേരിയൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ സ്റ്റഡി പറയുന്നത്. അത് വളരെ എന്താ പറയുക പിയർ ഗ്രൂപ്പ് റിവ്യൂഡ് സ്റ്റഡിയൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ദാറ്റ് മേ ബി ദ ഫ്യൂച്ചർ. ഈ റിസൾട്ട് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്? ലൈക്ക് കുഞ്ഞിലെ ഒരു ഇപ്പോൾ ടെസ്റ്റ് എടുത്തു, അതിനകത്ത് ഒരു ഒരിക്കലും മാറില്ല. ഇത് കാരണം ഇത് റിസ്ക് ഉള്ള ജീൻ വേരിയന്റ് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ആ ജീൻ വേരിയന്റിനെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അതിപ്പോൾ എക്സ്പ്രസ്ഡ് അല്ല, ഇത് ഓൺ അല്ല. അത് പറയാൻ പോയി കഴിഞ്ഞാൽ അതിന് ഒത്തിരി ഡീപ്പറായിട്ട് പോകേണ്ടി വരും. ഇത് ഓൺ അല്ല എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ സ്വിച്ച് ഓഫായി കിടക്കുകയാണ്. ഏത് സമയത്ത് ഓൺ ആവുന്നോ അപ്പോഴാണ് ഇത് അസുഖമായിട്ട് മാറുന്നത്. ചിലപ്പോൾ നമ്മൾ 100 വർഷം വരെ ജീവിക്കുമ്പോഴും ഇത് ഓൺ ആവാതിരിക്കാം. ഇപ്പോൾ എപ്പിജെനറ്റിക് സയൻസ് ഉപയോഗിച്ച് ഓൺ ആക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ ചെയ്യുന്നത്. ഇനി ജീൻ എഡിറ്റിംഗ്, ജീൻ തെറാപ്പി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടുള്ള അപ്രൂവലുകൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. US അൺഓഥറൈസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്രൂവ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ആ കൂടി ഇപ്പോൾ എംബ്രിയോട്ടിക് ലെവലിലോ മറ്റേ റെറ്റിനയുടെ കളർ മാറ്റാനോ അങ്ങനെ എന്തോ ഒരെണ്ണം മാത്രമായിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ ജീൻ എഡിറ്റിങ്ങിനകത്ത്. എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളത്, അതിന് സയൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ജീൻ വേരിയൻ്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനുള്ള സയൻസൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അത് ലീഗലി അല്ലെങ്കിൽ മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഉണ്ടാവാം, പക്ഷെ അത് അത്ര എളുപ്പമല്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും സീൻ മാറുമല്ലോ. ഈ സലൈവ എന്ന് പറയുന്ന രീതി മാത്രമാണോ നമുക്ക് ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ളത്? അത് മറ്റു എവിടുന്ന് എടുത്ത ഒരു സെല്ല് കിട്ടിയാലും മതി, ഒരു മുടിയെന്നോ സ്കിന്നിന്നോ എവിടുന്ന് സെല്ല് കിട്ടിയാലും മതി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സീക്വൻസിങ് മെത്തേഡ് എന്ന് പറയും. ആ സീക്വൻസിങ്ങിൽ നമ്മുടെ ലാബ് ഉപയോഗിക്കുന്നത് സലൈവ ബേസ്ഡ് ആണ്. ചില ലാബുകൾ ബ്ലഡ് ബേസ്ഡ് ആയിട്ട് യൂസ് ചെയ്യും. എവിടുന്ന് ഒരു സെല്ല് കിട്ടിയാൽ സംഭവം. പിന്നെ യൂസർ ഫ്രണ്ട്ലി ആവുന്നത് സലൈവയാണല്ലോ എപ്പോഴും. കാരണം ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് മോഡലാണ്. ഇപ്പം ഞങ്ങളാണെങ്കിലും പോയി ഡൽഹിയിൽ ഇരിക്കുന്ന ഒരാൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിറ്റ് അയച്ചു കൊടുക്കുന്നു, അയാൾ സ്പിറ്റ് ചെയ്യുന്നു, തിരിച്ചയക്കുന്നു. സിമ്പിളാണ്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ലൈക്ക് സാറിനെ നമ്മൾ അറിയുന്ന മറ്റേ റൈസപ്പ് വഴിയാണ്. ഹൗ ഡിഡ് യു കം ടു ദിസ്, ഈ ഒരു ഫീൽഡിലോട്ട് എങ്ങനെ എത്തിയത്? ലൈക്ക് ഞാൻ ആക്ച്വലി 2 കാര്യങ്ങളിലായിരുന്നു ഒരേ സമയം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും. ഒന്ന് മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷൻ മോട്ടിവേഷനൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് ഈ റൈസപ്പിലേക്കൊക്കെ വന്നത്. അതേസമയം തന്നെ ഞാൻ വെൽനസ് രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലുണ്ടായിരുന്ന സമയത്ത് ന്യൂട്രസ്യൂട്ടിക്കൽ സെയിൽസ് നന്നായിട്ട് ചെയ്യുമായിരുന്നു. ന്യൂട്രസ്യൂട്ടിക്കലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് എനിക്ക് വെൽനസ് കൂടുതൽ പാഷനേറ്റായി. 2003 തന്നെ ഞാൻ ഒരു വെൽനസ് ക്ലിനിക്ക് ഞാനും ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു ഡോക്ടറും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തു. അന്ന് വെൽനസ് പറയുന്നൊന്നും ആൾക്കാർക്ക് അറിയത്ത് പോലുമില്ല. വെൽനസ് പറയുമ്പോൾ സൗഖ്യം എന്നുള്ളൊരു വാക്ക് മാത്രമേ ആൾക്കാർക്ക് വരുന്നുള്ളൂ. പക്ഷേ അത് ഞാൻ വിചാരിച്ച പോലെ പൂർണ്ണമായൊരു വെൽനസ് മോഡലിൽ പോയില്ല. കാരണം അന്ന് അതിനുള്ള അവയർനെസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക, അതുണ്ട്, എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു വെൽനസ് പറയുന്ന ഒരു സ്പേസ്. കാരണം ഞാൻ 2005 US ഒരു കോൺഫറൻസിന് പോകുന്ന സമയത്ത് ആദ്യമായിട്ടൊരു ജനറ്റിക് ടെസ്റ്റ് ചെയ്തു. അന്ന് 2005 അന്ന് ഈ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ടെസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം അവർ ഒരു കൗൺസിലിംഗ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ B വളരെ സേഫ് ആയിട്ടുള്ളൊരു വൈറ്റമിനായിട്ടാണ് നമ്മൾ പറയുക. B കോംപ്ലക്സ് കഴിച്ചോളാൻ പറയുക എല്ലാവരും. പക്ഷെ എന്നോട് ആ ഡോക്ടർ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് പറയുന്നു B കോംപ്ലക്സ് കഴിക്കരുത്. കാരണം ബിയിൽ ഏതോ ഒരു B, അന്ന് കൃത്യമായിട്ട് ആൾക്കറിയില്ല, ഏതോ ഒരു B ഈസ് ഗിവിങ് യു നെഗറ്റീവ് കോൺസിക്വൻസസ്. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യായിരുന്നു നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും പ്രിസിഷൻ കണ്ടപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. നമ്മൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അതിന് മുമ്പ് ഞാൻ ഇഷ്ടംപോലെ സപ്ലിമെൻറ്റ് വാരി വലിച്ചു തിന്നുമായിരുന്നു.
അപ്പോൾ നമ്മൾ എന്ത് സപ്ലിമെൻറ്റ് വേണം, എന്ത് ഫുഡ് വേണം, ഇതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പം അന്ന് പോലെ എൻ്റെ തലയ്ക്കകത്ത് ഈ സാധനമുണ്ട്. 2016-17 ആയപ്പോഴത്തേക്കും എൻ്റെ വെൽനെസ് എന്നുള്ളതിനകത്ത് കുറച്ചുകൂടി ഞാൻ എന്താ പറയുക ഫോക്കസ്ഡായി. ലോഞ്ചിവിറ്റി, ഹ്യൂമൻ പെർഫോമൻസ്, ഈ ഒരു രംഗത്തേക്ക് ലോഞ്ചിവിറ്റിയിലേക്ക് ഫോക്കസ്ഡ് ആവാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ള കാരണമാണ് എൻ്റെ 50കളിലേക്ക് അടുക്കുന്ന സമയം. അപ്പോൾ പോസ്റ്റ് 50 എങ്ങനെ എനിക്ക് കൂടുതൽ എനർജി, കൂടുതൽ പെർഫോം ചെയ്യാം, ഇതായിരുന്നു എൻ്റെ ചിന്ത. അല്ലാതെ ഇത് വെച്ചിട്ട് ബിസിനസ് ചെയ്യാനായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക്കേഷൻസ് വായിക്കുന്നു. അങ്ങനെ കുറച്ച് ഡീപ്പർ ലെവലിലേക്ക് പോയി. ഒരു അത്ഭുതത്തിൻ്റെ ലോകം, അത്ഭുതങ്ങളുടെ ലോകം, വിസ്മയങ്ങളുടെ ലോകം എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ലോഞ്ചിവിറ്റി സ്റ്റഡീസ് പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും വിസ്മയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനകത്ത് ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള റിസർച്ചേഴ്സിൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കേൾക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏജിങ് ഈസ് എ ഡിസീസ് എന്നാണ്. അത് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ നോംസിനെയും പൊളിക്കുന്ന ഒരു സാധനമാണ്. ഏജിങ് ഈസ് നോർമൽ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഏജിങ് ഈസ് എ ഡിസീസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇറ്റ് ഈസ് ക്യൂറബിൾ, ഇറ്റ് ഈസ് റിവേഴ്സിബിൾ, അല്ലേ? ഏത് ഡിസീസും അങ്ങനെയാണല്ലോ. അവിടെ നിന്നാണ് എൻ്റെ ക്യൂരിയോസിറ്റി കൂടിയത്. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം തോന്നി. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റുകളായിട്ട് കണക്റ്റഡായി. ബയോ ഹാക്കിംഗ് എന്നുള്ള US കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. അന്ന് ഇവിടെ ആരും ബയോ ഹാക്കിംഗ് പറയാറില്ല, കേട്ടിട്ടുമില്ല, ഇവിടെ ആരും ഇന്ത്യത്തിന് സംസാരിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സ്പേസിലേക്ക് ഞാൻ വന്നത്. എന്നെ അതിൽ ഏറ്റവും എക്സൈറ്റഡ് ആക്കിയത്, ഞാൻ അന്ന് കുറേ ഒരു 2-3 വർഷം ഇതിൻ്റെ പഠനങ്ങൾ മാത്രമായിരുന്നു. അതെല്ലാം കൂടെ കമ്പയർ ചെയ്താണ് ഞാൻ ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയത്. അതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിബഡി ക്യാൻ റീസ്റ്റാർട്ട് ദെയർ ലൈഫ് ഈവൻ അറ്റ് 60 or 70. ഏജിങ്ങിനെ ഒരു ഡിസീസായിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മുതൽ ലൈഫ് മാറുകയാണ്. എനി അതർ ഡിസീസ്, അൽഷൈമേഴ്സ്, പാർക്കിൻസൺസ്, ഡയബറ്റീസ്, എന്തെടുത്താലും ഇതിനെല്ലാത്തിനും ഏജിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. അല്ലാതെ ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ 30ാമത്തെ വയസ്സിൽ ആൾക്കാർ ഡയബറ്റിക് ആവുന്നു, ഹി ഹാസ് ഏജ്ഡ്. അയാൾ 30 വയസ്സ് ക്രോണോളജിക്കൽ കലണ്ടറിൽ 30 വയസ്സ് കാണത്തുള്ളൂ, പക്ഷേ അയാൾ പ്രായമായി. അയാൾക്ക് 30 വയസ്സിലുള്ള ആൾ ഡയബറ്റിക് ആണെങ്കിൽ ഹീസ് ഏജ്ഡ്. അയാളുടെ ബയോളജിക്കൽ ഏജ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ 60 വയസ്സായിട്ടുണ്ടോ? അപ്പോൾ അയാളുടെ കലണ്ടറിലെ ഏജിന് എന്ത് ബന്ധമുള്ള കലണ്ടറിലെ ഏജിന്? എന്ത് കാര്യമുള്ള നമുക്ക് ലൈഫിൽ? ഈ കലണ്ടറിൽ എഴുതി വെച്ചിരിക്കുന്ന വെച്ചിട്ട് നമുക്ക് 45 വയസ്സാണോ 35 വയസ്സ് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു പ്രയോജനമില്ലാത്തൊരു സാധനമാണ്. വെറുതെ പാസ്പോർട്ടിൽ ഇടാമെന്നല്ലാതെ യാതൊരു കാര്യമില്ല. ബയോളജിക്കൽ ഏജും നമ്മുടെ ആക്ച്വൽ ഏജും അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ഹൗ ഓൾഡ് ഈസ് യുവർ ഓർഗൻ, ഹൗ ഓൾഡ് യുവർ സെൽസ് ആർ, എത്ര സെൽസിൻ്റെ ഏജ്. സെൽസിൻ്റെ ഏജ് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, നമ്മുടെ സെല്ലുകൾ, നമ്മൾ ജനിച്ചത് എങ്ങനെയാണ്? ഒരു സ്പേമും ഒരു എഗ്ഗും കൂടെ ജോയിൻ ചെയ്തു. 23 ക്രോമസോം ഫാദറിൻ്റെയും 23 ക്രോമസോം മദറിൻ്റെയും ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ സൈഗോട്ട് എന്ന് പറഞ്ഞ ഒരു സെല്ലുണ്ടായി. ഈ ഒരു സൈഗോട്ടിൻ്റെ ഫോട്ടോ കോപ്പിയാണ്, ആ ഒരു സെല്ലിൻ്റെ ഫോട്ടോ കോപ്പിയാണ് ഇന്നിരിക്കുന്ന 20 ട്രില്യൺ സെല്ലുകൾ. അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ കടമെടുത്ത സെല്ലൊന്നുമില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ആ ഒരൊറ്റ സെല്ലിനകത്തുള്ള ഇൻഫർമേഷനാണ് എല്ലാ സെല്ലിലും ഉള്ളത്. സോ എല്ലാ സെല്ലിലും എല്ലാ ജീനുകളും ഉണ്ട് നമുക്ക്. അപ്പോൾ സെല്ലുകൾ ഡൈ ചെയ്യുന്നു, പുതിയ സെല്ലുകൾ വരുന്നു. ഡൈ എന്നുള്ള വാക്ക് തെറ്റാണ് സയൻറ്റിഫിക്കലി. സെനസെൻസ് എന്ന് പറയും, അതായത് സെൽ ഡെത്ത് ഉണ്ടാവുന്നു, പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നു. അതായത് ഒരു സെല്ല് ഉണ്ടാവുന്നു, അങ്ങനെ പുതിയ സെല്ലുകൾ ഫോം ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, നമ്മളിവിടെ ഇരിക്കുന്ന ആരുടെ എടുത്ത് നോക്കിയാലും 7 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ല എന്ന് പറയുമ്പോൾ ബോണിനകത്തുള്ള സെല്ലുകൾ വരെ 7 വർഷത്തിനകം മാറിയിട്ടുണ്ടാവും എന്നാണ് പറയുക. സ്കിന്നൊക്കെ ആണെങ്കിൽ ആഴ്ചയിലൊന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡസ്റ്റൈനൽ ഫ്ലോറയൊക്കെ ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെറ്റിന ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സെല്ലുകൾ. അപ്പോൾ ഒരു സെല്ല് ഈ ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ഈ സെല്ലുലാർ ഈ സെനസെൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഫാസ്റ്റർ ആയിരിക്കും. സൈക്കിള് ഒരു സെല്ല് ഏകദേശം 50 തവണ ഡിവൈഡ് ചെയ്ത ശേഷം അത് മരണപ്പെടുന്നു കൂട്ടിക്കും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്നുവെച്ചാൽ അത് സോംബി സെല്ലാവും എന്ന് പറയും. അത് ഡെഡ് സെൽ എന്ന് പറയാൻ പറ്റില്ല, അവിടെ കറങ്ങി കിടപ്പുണ്ടാവും, ജോലിയൊന്നും ഉണ്ടാവില്ല. സോംബി സെൽസ് എന്ന് പറയാം. 50 തവണയോളം ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും ഒരു സെല്ല്. ഇത് എത്ര ഫാസ്റ്റായിട്ട് ഈ 50 തവണ ഡിവൈഡ് ചെയ്യുന്നുള്ളത് ആണ് നമ്മുടെ ഏജിങ്. സ്ലോ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ലോ ആവും. അപ്പോൾ അതാണ് സെല്ലുലാർ ലെവൽ. ഇന്ന് ബയോളജിക്കൽ ഏജ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ടെസ്റ്റ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ അവൈലബിൾ അല്ല, US ഇവിടെ നമ്മുടെ ചില ക്ലയൻസൊക്കെ താല്പര്യപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ US അയച്ചു കൊടുത്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു 50,000 60,000 മറ്റാന്ന് തോന്നുന്നത് ടെസ്റ്റ് US ചെയ്തു വരുമ്പോൾ അതിൽ നമുക്കറിയാൻ പറ്റും എക്സാക്ട്ലി ഒരാളുടെ. സപ്പോസ് നിങ്ങൾ 35 വയസ്സായിരിക്കും ക്രോണോളജിക്കലി, ബയോളജിക്കലി ചിലപ്പോൾ 52 വയസ്സായിരിക്കും. അപ്പോൾ 52 വയസ്സിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായില്ലേ?
അപ്പോൾ ഈ ഒരു സ്പേസ് നേരത്തെ ചോദിച്ചാൽ ഈ ഒരു കാര്യം മനസ്സിലായതോടുകൂടി എനിക്ക് മനസ്സിലായി ആക്ച്വലി നമ്മളിന്ന് പല ആൾക്കാർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. only thing is that they should be able to take charge of their health. അവർക്ക് മനസ്സിലാവണം, എഡ്യൂക്കേറ്റഡ് ആവണം. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല എല്ലാം ഡോക്ടറല്ല തീരുമാനിക്കേണ്ടത്. അസുഖങ്ങൾ വരുമ്പോൾ യെസ് ഓഫ് കോഴ്സ് വി നീഡ് ദെയർ സപ്പോർട്ട്. ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിന് പേഴ്സണലൈസേഷൻ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വേണം. അങ്ങനെ വന്നിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ടൂൾസ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സ്, മെത്തഡോളജി, പ്രോട്ടോക്കോൾ, അങ്ങനെയാണ് നമ്മൾ വി റൂട്ട്സ് എന്ന് പറയുന്ന ഇതിലേക്ക് വന്നത്. ഇത് ശരിക്കും റിയലി എക്സൈറ്റിംഗ് ഒരു ഫീൽഡാണ്. കാരണം പിന്നെ കൺവെൻഷനായിട്ടുള്ള മിക്ക ഫീൽഡുകൾക്കും മേ ബി മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഇനി 2-3 വർഷം എടുക്കും. നോർമൽ ന്യൂട്രീഷനിസ്റ്റുകൾ ഉണ്ടാക്കുന്ന ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നതനുസരിച്ച് നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രെയിനിങ് അതിനും പേഴ്സണലൈസ് ചെയ്യാവുന്നതാണ്. എവറിഥിങ് ക്യാൻ ബി പേഴ്സണലൈസ്ഡ്. AI വെച്ചിട്ടും വെയറബിൾസ് വെച്ചിട്ടും ഇപ്പം ഒരുപാട് വൂപ്പ് ബാൻഡ് പോലുള്ള ഒത്തിരി വെയറബിൾസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ജനറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ്വെയർ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഹാർഡ് കോഡഡ് ആണ്. അത് ഈ പറഞ്ഞ എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൂടെ നമുക്ക് ട്രിഗറുകളെ ബ്ലോക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ എവറി ഡേ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നത്, മൂവ്മെൻറ്റ് എങ്ങനെയാണ് നമ്മുടെ ബോഡി ക്യാപിറ്റലൈസ് ചെയ്യുന്നത്, സ്ട്രെസ് ലെവൽസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഹോർമോൺസിൻ്റെ ബാലൻസിങ് എങ്ങനെയാണ്. ഇപ്പോൾ നമുക്കറിയാലോ സ്ട്രെസ്സ്, കോർട്ടിസോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ എലിവേറ്റഡ് ആവുന്നത്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റുക. ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോഴത്തെ വെയറബിൾസ് അല്ലെങ്കിൽ ക്വാണ്ടിഫൈഡ് സെൽഫ് ടൂൾസ് എന്നാണ് നമ്മളതിന് പറയുക. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിഫൈഡ് ആവാൻ പറ്റും. ക്വാണ്ടിഫൈഡ് ആകുമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഞാൻ നന്നായിരുന്നു എന്നോ കൊള്ളാമായിരുന്നോ ആവറേജ് ആയിരുന്നോ പറയേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ ക്വാണ്ടിഫൈ ഇറ്റ്. ഐ ക്യാൻ സേ ദാറ്റ് ലാസ്റ്റ് നൈറ്റിൽ എനിക്ക് 5 ഡീപ്പ് സ്ലീപ്പ് സൈക്കിൾ ഉണ്ടായിരുന്നു, 5 REM സ്ലീപ്പ് സൈക്കിൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകണോ? ഡോക്ടറാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ആൾക്ക് നോക്കണമ്പോൾ ഓക്കെ 5 to 7 സൈക്കിൾസ് ഉണ്ടെങ്കിൽ ഹീസ് ഹാവിങ് എ ഗുഡ് സ്ലീപ്പ്, ഹീസ് ഹെൽത്തി സ്ലീപ്പ്. നമ്മുടെ ഹെൽത്തിൻ്റെ ഏറ്റവും വലിയ സിംറ്റം എന്ന് പറയുന്നത് തന്നെ സ്ലീപ്പാണല്ലോ. സ്ലീപ്പ് പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ ഹെൽത്തി ആണെങ്കിൽ സ്ലീപ്പ് പ്രോപ്പറാണ്. അങ്ങനെയാണ് സാധനം വരുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ഹെൽത്ത് അഫക്റ്റ് ആണെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സോ സ്ലീപ്പ് റീഡ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് വൂപ്പാണെങ്കിലും ഏത് തരത്തിലുള്ള സ്മാർട്ട് വെയറബിൾസ് എല്ലാം. പിന്നെ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് റീഡ് ചെയ്യും. HRV അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഒന്ന് മാറുന്നു, പൾസ് റേറ്റ് ഒന്ന് മാറുന്നു, അതെല്ലാം റീഡ് ചെയ്യാൻ പറ്റും. മൊബൈലിലേക്ക് ഞാൻ അലേർട്ട്സ് തരാൻ പറ്റും. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ബേസിക്കലി നമുക്കെപ്പോഴും ഗസ് വർക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇനിയിപ്പോൾ ഉള്ള കാലം അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ ഡോക്ടർ കൂടുതലും ചോദിക്കേണ്ടി വരില്ല. ഒന്നുകിൽ ഡോക്ടറുമായിട്ട് നിങ്ങൾ ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡേറ്റ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടാവും എന്താണ് ഇന്നലെ രാത്രി എന്ത് പറ്റി, പാർട്ടിക്ക് വല്ലതും പോയിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പം അത്രയും അത് സാധ്യമാണ്, ഇന്ന് പോസിബിളാണ്. നമ്മളുടെ ട്രിഗർ എന്ന് പറയുന്ന ആപ്പുണ്ട്, TRIGR. അപ്പോൾ ആപ്പിന് നമ്മൾ ബാക്ക് എൻഡിൽ വലിയൊരു ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ കോച്ചസിനോ ഹെൽത്ത് കോച്ചസിനൊക്കെ യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് അവർക്ക് കണ്ടിന്യൂസ്ലി വേണമെങ്കിൽ നിങ്ങൾ പെർമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് അഡ്വൈസർ ഹൂവർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാൻ വേണമെങ്കിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ. അപ്പോൾ അത് എന്താ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി യു വിൽ ബി ക്വാണ്ടിഫൈഡ്, യു ഡോണ്ട് റിക്വയർ ടു ഡു ഗസ് വർക്ക്. ഒരു ഇംഗ്ലീഷിലൊരു സിനിമയുണ്ട് ലൂസി എന്ന് പറഞ്ഞിട്ട്, ലൈക്ക് ഒരു ഡ്രഗ് അകത്ത് പോയിട്ട് പുള്ളിക്കാരി ഫുൾ 100% അൺലോക്ക് ചെയ്യും, സൂപ്പർ നാച്ചുറൽ പവേഴ്സ് കിട്ടും. സോ അത് ഇപ്പം ഈ പറയുന്ന ബയോ ഹാക്കിംഗ് ഒക്കെ ആയിട്ട് വെച്ച് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇസ് ദാറ്റ് പോസിബിൾ? ലൈക്ക് വാട്ട് ഡു യു സീ ദ ഫ്യൂച്ചർ ഓഫ് ദാറ്റ്? അങ്ങനെ തന്നെ അതേപോലൊക്കെ തന്നെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ബയോ ഹാക്കിംഗ് തന്നെ US ആണെങ്കിൽ ഒത്തിരി ആൾക്കാർ സൈക്കഡെലിക്സ് എന്ന് പറയുന്ന മോളിക്യൂൾസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു ഹലൂസിനേഷൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് സൈക്കഡെലിക്സിൽ ചില മോളിക്യൂൾസൊന്നും യാതൊരു ഉപദ്രവം ഉണ്ടാക്കാത്ത തരത്തിലുള്ള സാധനമുണ്ട്, സേഫ് ആയിട്ടുള്ളതുകൊണ്ട്. ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ടെമ്പററി ഹൈക്സ് മാത്രമാണ് കേട്ടോ. പക്ഷേ ദർ ആർ സർട്ടൻ മോളിക്യൂൾസ് നമ്മൾ പ്രത്യേകിച്ചും ഇപ്പോൾ NAD എന്ന് പറഞ്ഞൊരു മോളിക്യൂളുണ്ട്, നിക്കോട്ടിനാമൈഡ് അഡിനൈൻ ഡൈന്യൂക്ലിയേറ്റഡ് എന്ന് നമ്മുടെ ബോഡിക്കകത്തുള്ള നമ്മുടെ സെല്ലിനകത്തുള്ളൊരു മോളിക്യൂളാണത്. ബേസിക്കലി അതിനെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മോളിക്യൂൾ എന്നോ മെസ്സഞ്ചർ മോളിക്യൂൾ എന്നൊക്കെ പറയാം. നമ്മുടെ സെല്ലിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻസിനെയൊക്കെ മാനേജ് ചെയ്യുക. സെല്ലിനകത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നിങ്ങളുടെ നമ്മുടെയൊക്കെ സ്കിന്നിൽ ഈ സെൽസ് മാറി പുതിയ സെല്ല് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പുതിയ സെല്ലിന് വരുമ്പോൾ ഈ സ്കിന്നിൻ്റെ സെല്ലുകൾക്ക് ഒരു പ്രത്യേകതയില്ല, ഇതിനകത്ത് ഇലാസ്റ്റിസിറ്റി വേണമല്ലോ.
ഈ ഇലാസ്റ്റിസിറ്റി എന്നുള്ള ഫങ്ഷൻ ആ പുതിയ വരുന്ന സെല്ലിന് അറിയണ്ടേ? വരുന്ന പാർട്ടിക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പണിയാവൂലേ? ഇലാസ്റ്റിസിറ്റി തീരോടെ. അപ്പോൾ ഈ ഇൻഫർമേഷൻ എങ്ങനെ കിട്ടുക? അത് ഈ പറയുന്ന സ്കിന്നിൻ്റെ സെല്ലുകളിലുള്ള ജീനുകൾ, ഇലാസ്റ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ജീനുകൾ ഇവിടെയുണ്ട്. ആ ജീനുകൾ ഓൺ ആയിരിക്കുന്നു. അതുകൊണ്ടാണ് അത് ഇലാസ്റ്റിക് ആയിരിക്കുന്നത്. ഇതേ ജീനുകൾ നമ്മുടെ ഹാർട്ടിൻ്റെ സെല്ലിലും ഉണ്ട്, പക്ഷെ അവിടെ ഓഫാണ്, ഇവിടെ ഓണാണ്. അതുകൊണ്ട് ഇവിടെ ഇലാസ്റ്റിക് ആയിരിക്കും. നൗ ഇത് ഒരു DNA കണ്ടില്ല, ഡബിൾ ഹെലിക്സിൽ ആ ഇൻഫർമേഷനാണ്. ഇത് സെല്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ RNA എന്ന് പറഞ്ഞ് വേറൊരു മോളിക്യൂൾ വന്ന് ഈ DNA ഇൻഫർമേഷൻ്റെ ഒരു പതിപ്പെടുക്കുക, ഒരു ഫോട്ടോ കോപ്പി എടുക്കുന്ന കൂട്ടുക, എന്നിട്ട് കൊണ്ടുപോയിട്ട് പ്രോട്ടീൻ യൂസ് ചെയ്തിട്ട് ടിഷ്യൂസ് മാനുഫാക്ചർ ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്തെങ്കിലും തരത്തിലുള്ള എറർ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ടിഷ്യൂവിലും എറർ ഉണ്ടാവും. ഇങ്ങനെയാണ് ക്യാൻസറൊക്കെ ആയിട്ട്, ക്യാൻസർ ഇതുപോലുള്ള പല അസുഖങ്ങളൊക്കെ. ഇതിനകത്തൊക്കെ മെസ്സഞ്ചർ മോളിക്യൂൾസ് പലതും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മെസ്സഞ്ചർ മോളിക്യൂളിൽ എന്തെങ്കിലും എററൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ഒരാൾ 50 വയസ്സ് കഴിയുമ്പം വാർദ്ധക്യം എന്നൊക്കെ ഏകദേശം പറയാനുള്ള റീസൺ നമ്മുടെ ഉള്ളിൽ NAD എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ക്വാണ്ടിറ്റി കുറയുമെന്നാണ് സയൻസ് പറയുന്നത്. അതായത് ഓൾമോസ്റ്റ് ഒരു 50 എന്നുള്ള ഏജ് കഴിയുന്നതോടുകൂടി യു ഹാവ് എ സിവിയർ ഡിക്ലൈൻ ഓഫ് NAD എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 50 മുതൽ അങ്ങോട്ട്, 40 മുതൽ അങ്ങോട്ട് NAD മോളിക്യൂളിൻ്റെ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ബോഡിയിലുള്ള സിന്തസിസ് കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ച് എററിലാവും. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഇത് ഇങ്ങനെ തന്നെ അല്ല കേട്ടോ. അപ്പോൾ സംഭവിക്കുന്നത് പിന്നീട് വരുന്ന സെല്ലുകളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. എങ്ങനെ? കുറച്ച് റിങ്കിൾസ് വരും, എലാസ്റ്റിസിറ്റി ഇത്തിരി കുറയും. മനസ്സിലായില്ലേ? അപ്പോൾ NADയുടെ കുറവ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ടാവും. ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോട്ടെ. ഇങ്ങനെ എക്സാക്ട്ലി ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. ഇപ്പം നമ്മൾ നായ പുറകെ ഓടുമ്പോൾ നായ പുറകെ വരികയാണ്, നമ്മൾ ഓടുമല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഓടുന്ന നമ്മൾ ബ്രെയിനിന് മനസ്സിലാവണം ഒരു ഡേഞ്ചർ പുറകെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ബ്രെയിനിൻ്റെ എന്താ പറയുക, ഫിയർ സെൻറ്റർ അല്ലെങ്കിൽ റെപ്റ്റീലിയൻ ബ്രെയിൻ നമുക്ക് ഫുൾ ആക്ഷൻ കൊടുത്തിരിക്കുകയാണ്, ഓടി മാറാൻ പറയുകയാണ്. ഈ ഓടി മാറാനുള്ള ഇൻഫർമേഷൻ നമ്മുടെ സെല്ലുകളിലേക്ക് എത്തുന്നു. നമ്മുടെ സെല്ലുകൾക്കകത്ത് നോക്കിയ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അവിടം വരെ ഉള്ളൂ നമ്മുടെ ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. ന്യൂക്ലിയസ് അല്ലാതെ സെല്ലിനകത്തൊരു 1000-ഓളം മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ മൈറ്റോകോൺട്രിയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓടാൻ വേണ്ടുന്ന എനർജിയാണല്ലോ. ഈ മൈറ്റോകോൺട്രിയ ആക്ച്വലി നമ്മുടെ അല്ലാന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അതൊരു എക്സ്റ്റേണൽ ഓർഗനൈലായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ നമ്മുടെ സെല്ലിനകത്ത് താമസിക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മളുമായിട്ട് വലിയ ബാധ്യതയൊന്നുമില്ല. അവന്മാർക്ക് വേറെ DNA ഒക്കെ ഉള്ള ആൾക്കാരാണ്, അവർക്ക് സ്വന്തം DNA ഉണ്ട്. അപ്പോൾ അത് ഒരു എക്സ്റ്റേണൽ ഓർഗനൈലാണ്. നൗ ഇൻട്രസ്റ്റിംഗ്ലി ഈ കമ്മ്യൂണിക്കേഷൻ ന്യൂക്ലിയസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, അത് മൈറ്റോകോൺട്രിയൽ കിട്ടണ്ടേ, എന്നാലേ എനർജി പ്രൊഡ്യൂസ് ഓടാൻ പറ്റുള്ളൂ. ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് NAD പോലുള്ള മോളിക്യൂൾസ് ആണ്. അപ്പോൾ NADയുടെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ സ്ലോ ആവും. ചിലർ പറയത്തില്ലേ, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല, ഇതൊക്കെ കേട്ടില്ലേ? ഇതൊക്കെയാണ് സംഭവം. ഇവിടെ ഇന്നിപ്പോൾ NAD സപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. NAD സപ്ലിമെൻറ്റ് അത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ എഫക്റ്റീവാണ്. നമ്മളുടെ ഇപ്പം ബയോഹാക്ക് സെൻറ്ററിൽ, വീറൂട്ട്സ് ബയോഹാക്ക് സെൻറ്ററിലാണെങ്കിൽ NAD IV ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക്, അത് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് ആർക്ക് കൊടുക്കണ്ട എന്നുള്ളത്. അപ്പോൾ ഈ നേരത്തെ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മാതിരിയുള്ള സംഭവമൊക്കെ ഉണ്ടാവുമെന്ന് എന്നോട് ചോദിക്കരുത്. എങ്കിൽ പോലും നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി വളരെയധികം മാറ്റാൻ പറ്റും. ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ ന്യൂട്രിയൻസ് ആണ്. വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ്, പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ് ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മളെ നിലനിർത്തുന്നത്. ഇതൊന്നും ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. പലപ്പോഴും ഞാൻ ഈ സപ്ലിമെൻറ്റ്സിനെ പണ്ട് മുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് പല ആൾക്കാരും ഞാൻ പറയുമ്പോൾ കച്ചവടം വെച്ചിട്ടാണ് പറയുമെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ ആരെയും ചലഞ്ച് ചെയ്യാം, എത്ര വലിയ ന്യൂട്രീഷൻസിനെ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. എന്നെ ഒന്ന് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എനിക്ക് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും, മിനറൽസും, പ്രോട്ടീൻസും, അമിനോ ആസിഡ്സും ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന എന്നെ ഒന്ന് കാണിച്ചു തരണം. ഇന്നുവരെ ആരും ആ ചലഞ്ച് എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആവാൻ വേണം. അല്ല എന്നോട് വന്നിട്ട് 25 മുട്ട കഴിക്കാൻ പറയരുത്. അല്ല, പ്രാക്ടിക്കലായിരിക്കണം. പ്രാക്ടിക്കലായിട്ട് നമുക്ക് നോർമലായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വേറൊന്നും ചെയ്യാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, നോർമലായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാൾക്ക് എവിടെ നിന്ന് ഇത് കിട്ടും? പ്രോട്ടീൻ. എൻ്റെ ബോഡി വെയ്റ്റിന് ഇക്വലൻ്റ് പ്രോട്ടീൻ എനിക്ക് വേണം. എനിക്ക് 75 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ 75 ഗ്രാം പ്രോട്ടീൻ വേണം. ഞാൻ ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ 1.5 ഗ്രാം പെർ kg വേണമെന്നാണ് പറയുക. എവിടെ നിന്ന് കിട്ടും ഇത്? ഒരു മുട്ടയ്ക്കകത്ത് മാക്സിമം കിട്ടാൻ 4-5 ഗ്രാമാണ്. അതാണ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ഐ ഹാവ് നോ ഐഡിയ. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ആർക്കും അതിന് ആൻസർ ഒന്നുമില്ല. ചുമ്മാ ഒരു തത്വചിന്ത പറയുന്ന പോലെ പറയും.
സപ്ലിമെൻ്റ് ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം ഭക്ഷണത്തിൽ കൂടെ തന്നെ കിട്ടണം. ഇത് പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ അത്ര വലിയ നമ്മൾ രാജാക്കന്മാരൊന്നും അല്ലല്ലോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ വളരെ വൈകുന്നേരം ദോശയും ഒരു സാമ്പാറും. അല്ലാതെ നമ്മൾ ഇത്രയും വെറൈറ്റി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന എല്ലാ വൈറ്റമിൻസും മിനറൽസും കിട്ടണമെങ്കിൽ അത്രയും വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വേണം. ഇത് എത്ര പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും? ഇനി അഫോർഡ് ചെയ്യാവുന്ന ആൾ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനത്തിൽ മുഴുവൻ കെമിക്കലായിരിക്കും, ഫെർട്ടിലൈസറും ഫംഗിസൈഡും ആയിരിക്കും. എല്ലാം പറ്റുന്ന ആർക്കാണ്? സ്വന്തമായിട്ടൊരു തോട്ടമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അടുക്കള തോട്ടമൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, റിട്ടയറായി, ഒരു 500 കോടിക്ക് കമ്പനി എക്സിറ്റ് ചെയ്തു, സുഖമായിട്ടിരുന്നത് നല്ല ഫാം. അതൊക്കെ എൻ്റെ ഡ്രീമിലുള്ളതാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ആർക്ക് സാധിക്കും? മേ ബി 1% ഓഫ് ദ പോപ്പുലേഷന് പോലും സാധിക്കുന്ന കാര്യമല്ല ഇത്. രണ്ടാമത് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മഗ്നീഷ്യം എന്ന് പറയുന്ന മിനറലാണ് ഏറ്റവും ക്രിട്ടിക്കൽ. ഇന്ന് ഏറ്റവും ആൾക്കാരുടെ ലൈഫിൽ ക്വാളിറ്റി ഉണ്ടാക്കുന്ന ഒരു മിനറലാണ് മഗ്നീഷ്യം. സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുന്നത്, സ്ലീപ്പ് ബെറ്റർ ആവുന്നു, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നു, എക്സസൈസിൻ്റെ ക്വാളിറ്റി കൂടുന്നു. 400 മില്ലിഗ്രാം മഗ്നീഷ്യം നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് വേണമെന്ന് പറയുന്നു ഒരു ദിവസം. 400 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാവട്ടെ, മിനറലൊക്കെ അത്രയും ലെവലിൽ തന്നെ വളരെ കൂടുതലാണ്. അത്രയും വേണം നമുക്ക്. എവിടെ നിന്ന് കിട്ടും? നട്ട്സ് കഴിച്ചാൽ കിട്ടും, ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്ന് കിട്ടും, മുരിങ്ങയിൽ നിന്ന് കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര ഗ്രാം മുരിങ്ങ കഴിച്ചാൽ ഇത്ര മഗ്നീഷ്യം ഉണ്ടെന്നാണ് അസംഷൻ. പക്ഷേ ഒരു മുരിങ്ങയ്ക്കും ഒരു വെജിറ്റബിളിനും മഗ്നീഷ്യം ഉണ്ടാക്കാനുള്ള കഴിവില്ല, അത് മണ്ണിൽ നിന്ന് എടുക്കണം. ഇപ്പോഴത്തെ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സോയിലിലെ മഗ്നീഷ്യത്തിൻ്റെ ലെവല് 58% ഡിപ്പ് ചെയ്തു. 58%, 58%. അപ്പോൾ എന്ത് തത്വചിന്ത പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? എങ്ങനെ ഒരാൾക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് എല്ലാം ഭക്ഷണത്തിൽ നിന്ന് കിട്ടും? ഞാനിത് ആരെയും ചലഞ്ച് ചെയ്യാൻ പറയുന്നതല്ല. ദിസ് ഇസ് സംതിങ് ന്യൂട്രീഷനിസ്റ്റുകളും മെഡിക്കൽ ഡോക്ടേഴ്സും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ വെജിറ്റബിൾസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളതല്ലേ മിക്കവാറും. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും അതിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. അപ്പോൾ മാത്രമല്ല വെറൈറ്റി വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സിൽ നിന്നാണ്. അത് പല കളറിലുള്ള ഫ്രൂട്ട്സാണ് പല ആൻറ്റി ഓക്സിഡൻസ് വരുന്നത്. ഇപ്പോൾ കാരോറ്റിനോയിഡ്സ് വരുന്ന ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ റെസ്വെറട്രോൾ, ഇപ്പോൾ നമ്മുടെ മുന്തിരിക്കകത്തൊക്കെ വരുന്ന റെസ്വെറട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ആസ്റ്റാസാന്തിൻ, സിയാസാന്തിൻ എന്നൊക്കെ പറയുന്ന ഓരോന്നും ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഫ്രൂട്ട്സാണ്. ഇത് പ്രാക്ടിക്കലാണോ? ഇതൊക്കെ ഇത്രയും പല കളറിലുള്ള ഫ്രൂട്ട്സും പല കളറിലുള്ള വെജിറ്റബിളുകളും. പണ്ടത്തെ ഞാൻ ഒരു രാജാവിൻ്റെ ഒക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ നമുക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഐ ഡിപ്പെൻഡ് ഓൺ സപ്ലിമെൻറ്റ്സ്. ഞാൻ ഒരിക്കലും ചാൻസ് എടുക്കാറില്ല. ഓക്കെ, NAD പോലുള്ള ഇത് IB ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാകും, ഒരു എന്താ പറയുക, ഉത്തേജനം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഉത്തേജനമല്ല, അത് ബേസിക്കലി നമ്മുടെ ഒരു ഓവറോൾ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും. അതൊരു ഷോർട്ട് ടൈം അല്ല, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത് എത്ര നാളെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഡിപ്പെൻഡ്സ്, നമ്മുടെ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് നമ്മളുടെ ബയോളജിക്കൽ ഫങ്ഷൻസിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. ഇപ്പം ചില ആൾക്കാരൊക്കെ വളരെ എന്താ പറയുക, യങ് ഏജിൽ തന്നെ ഏജ്ഡായി അവരുടെ മൈറ്റോകോൺഡ്രിയൽ ഫങ്ഷൻസ് ഒക്കെ വളരെ വീക്കായ ഒത്തിരി ആൾക്കാരുണ്ടാവും. സോ ഫോർ ദം അവരിടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ചില ന്യൂട്രിയൻസ്, ഇത് മാത്രമല്ല ന്യൂട്രീഷണൽ IVs എടുക്കുന്നതുകൊണ്ട് അവർക്ക് പ്രയോജനം കാണാറുണ്ട്. ന്യൂട്രീഷണൽ IVs പലതും പല തരത്തിലുള്ള IVs ഉണ്ട് ഇപ്പം. അതായത് സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പടിയും കൂടെ മുന്നിലേക്ക്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതോടൊപ്പം കൊടുക്കുന്നത് ന്യൂട്രീഷൻ തന്നെ IV-യിൽ കൊടുക്കുന്നുണ്ടാവും. സിങ്ക് അതുപോലുള്ള മിനറൽസൊക്കെ IV ആയിട്ട് കൊടുക്കാറുണ്ട്. ഈ ഒരു പീക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന രീതിയിലോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ്, ആൾക്കാർ പലപ്പോഴും ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ലല്ലോ. ചിലപ്പോൾ വിഷമവും സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഇത് പോകുമ്പോൾ ഈ മൂഡ്സ് എങ്ങനെയായിരിക്കും, ലൈക്ക് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഇത് ബാലൻസ് ചെയ്യുക? ഞാൻ എൻ്റെ ഒരു എൻ്റയർ ജേർണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്ന മൈൻഡ്. ഒരാളുടെ ട്രാൻസ്ഫോർമേഷൻ എൻ്റയർ മൈൻഡിൽ കൂടെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ആളാണ്. പക്ഷെ അന്ന് നമ്മൾ വായിക്കാറുള്ള പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡൊക്കെ പോലുള്ള സംഭവങ്ങളാണ്. പക്ഷേ പിന്നീടാണ് ന്യൂറോ സയൻസ് അത്ര അഡ്വാൻസ്ഡ് ആവുകയും ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചറുകൾ സാധാരണക്കാർക്ക് ആക്സസബിൾ ആവുകയൊക്കെ ചെയ്തപ്പോഴാണ് കുറച്ചുകൂടെ ഡീപ്പർ ലെവലിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ബ്രെയിനുമായി കണക്ട് ചെയ്ത് കുറച്ചുകൂടി ബ്രെയിനിനെ നമുക്ക് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ
ഒത്തിരി കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ റിസർച്ച് പ്രോജക്റ്റും അതുമായി ബന്ധപ്പെട്ട റിട്രീറ്റുകളൊക്കെ കണ്ടക്ട് ചെയ്ത്. ഈ റൈസപ്പും ഒക്കെ ന്യൂറോ സയൻസുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ ബോഡി ഓൾസോ ക്യാൻ ബി ഒപ്റ്റിമൈസ്ഡ്. നമ്മുടെ ഫിസിയോളജിയും ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. നേരത്തെ നമ്മൾ സംസാരിച്ച മൈൻഡ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ്, ഇമോഷണലി യു ആർ ഡൗൺ, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളതിനെയൊക്കെ ഇമോഷൻസും മൈൻഡിൻ്റെ ഫങ്ഷനായിട്ട് മാത്രം കരുതിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഫിസിയോളജി ആയിട്ട് കണക്റ്റഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നിപ്പോൾ ഒത്തിരിയധികം സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി ഒത്തിരി ആൾക്കാർ ഈ ഡോപ്പമൈനും അതേപോലെ സെറട്ടോണിനും ഒക്കെ എല്ലാവർക്കും പരിചയമുള്ളതാണ്. പണ്ട് ഇത് അറിയില്ലായിരുന്നല്ലോ. ബേസിക്കലി നിങ്ങളുടെ സെറട്ടോണിൻ ലെവൽ ലോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവാം. ഹാപ്പിനെസ് ഉള്ളൊരു മൊമെൻറ്റിൽ പോലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവാം. ഡോപ്പമീൻ ലെവലിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് ഒരു എക്സൈറ്റിംഗ് മൊമെൻറ്റിന് എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നെന്ന് വരാം. ഇതൊക്കെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ എവറി ഇമോഷൻ ഈസ് എ കെമിക്കൽ. അങ്ങനെ പറയുമ്പോൾ നമ്മളത് ഇത്തിരി രൂക്ഷമായി പോകും. എന്ന് വെച്ചാൽ എമോഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ആണല്ലോ, അതിനെ കൂടെ കെമിക്കലാക്കി മാറ്റരുത് എന്നൊക്കെ ചിലരോട് പറയാറുണ്ട്. എങ്കിൽ പോലും ദർ ഈസ് എ കെമിക്കൽ വർക്കിംഗ് ബിഹൈൻഡ്. അത് എക്സൈറ്റ്മെൻ്റ് ആവട്ടെ, ഹാപ്പിനെസ് ആവട്ടെ, സാഡ്നെസ് ആവട്ടെ, ദർ ഈസ് എ കെമിക്കൽ വിച്ച് ഈസ് വർക്കിംഗ്. ഈ കെമിക്കലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? നമ്മളുടെ ശരീരത്തിൻ്റെ ഘടന, നമ്മളുടെ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതേപോലെ നമ്മുടെ എക്സസൈസ്, ഇതെല്ലാം തന്നെ ഈ കെമിക്കൽസിനെ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഇമോഷണലി ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അയാൾ അവിടെ ഇരിക്കുകയാണ്, ഇറ്റ്സ് ഡൗൺ. മേ ബി കോർട്ടിസോൺ ലെവൽ ലോ ആയിരിക്കും, സ്ട്രെസ് അല്ല, വെറുതെ ഡൗൺ ആയിരിക്കുകയാണ്. അയാൾക്ക് പ്രത്യേകിച്ച് സെറട്ടോണിൻ ലെവൽ ലോ ആയിരിക്കും. നോർമലി ഒരാൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ ഒരിടത്ത് ഇരുന്ന് പോകാൻ എനിക്ക് എന്നെ കൊണ്ടൊന്ന് വയ്യാന്ന്. സപ്പോസ് ഈ വ്യക്തി ഒന്ന് ഇറങ്ങി ഒന്ന് പുറത്തോട്ട് നിന്ന് ഇറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ മൂഡ് ശരിയാവുന്ന കാണാൻ പറ്റും. എല്ലാവരും പറയാറുണ്ട് ഒന്ന് പുറത്തിറങ്ങി നടന്നിട്ട് വന്നപ്പോൾ ശരിയായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മൂവ്മെൻറ്റിലേക്ക് വന്ന സമയത്ത് ഈ പറയുന്ന ഹോർമോൺസിലൊക്കെ ചേഞ്ചസ് വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് എവറി ഇമോഷൻ ഈസ് ആൻ ആക്ഷൻ, യു ക്യാൻ ചേഞ്ച് ദി ആക്ഷൻ ടു ഗെറ്റ് ദ ഡിസൈർഡ് ഇമോഷൻ എന്ന് പറയും. ഏത് ഇമോഷനെ നമുക്ക് ആക്ഷനിൽ കൂടെ കുറേയൊക്കെ മാറ്റാൻ സാധിക്കും. നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒരാൾ ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ, ഡിപ്രസ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഒരാൾ ചുമ്മാ ഡിപ്രസ്ഡ് ഒന്നും ആവത്തില്ല. ഡിപ്രഷൻ ഒരു ക്ലാസിഫൈഡ് ഡിസീസാണ്. നോർമലി യു ക്യാൻ ബി ലോ ആൻഡ് അപ്പ് ആൻഡ് ലോ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ആ സമയത്ത് നമുക്ക് തോന്നത്തില്ല, നമുക്ക് മൂവ് ചെയ്യാൻ തോന്നത്തില്ല, നമ്മുടെ ബോഡി മൂവ് ചെയ്യാൻ തോന്നത്തില്ല. അപ്പോൾ സംഭവിക്കുന്ന വീണ്ടും നമ്മൾ അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. സ്ട്രെസ് കൂടുന്നു പറയുമ്പോൾ കോർട്ടിസോൺ ലെവൽ കൂടുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഹൈക്ഡ് ആവുന്നു. എന്തിനാണ് ഹൈക്ഡ് ആവുന്നത്? എന്തുകൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്? ഏതൊരാൾക്കാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത് ഉണ്ടാവുന്നത്? അൺസെർട്ടനിറ്റി ഉണ്ടാവും മാത്രമേ സ്ട്രെസ് ഉണ്ടാവത്തുള്ളൂ. അല്ലാത്ത ഒരു സിറ്റുവേഷനും സ്ട്രെസ് ഉണ്ടാവില്ല. സംതിങ് ഫോർ വിച്ച് വി ആർ നോട്ട് ഷുവർ അബൌട്ട്, അല്ലേ? പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കയറി ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക, ഔട്ട്കം എന്താണെന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പ് എത്തിയ ശേഷം എന്താകും ഇത് എന്നുള്ളത്. എവിടെ നോക്കിയാലും ആ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അൺസർട്ടൺ എലമെൻ്റ് ഉണ്ട്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ സംബന്ധിച്ച ഫിയറാണ്. ഏത് സമയത്ത് ഫിയർ വരുന്നോ അപ്പോൾ തന്നെ ബ്രെയിനിൻ്റെ ഫിയർ സെൻറ്റർ ആക്റ്റീവ് ആവും. ഫിയർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മളുടെ റെപ്റ്റിലിയൻ ബ്രെയിൻ എന്നൊക്കെ പറയും, ബ്രെയിനിൻ്റെ ഫിസിയോളജി വെച്ച് നോക്കുകയാണെങ്കിൽ. സോ ഇത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളുടെ ബോഡിക്കകത്തൊരു ബയോകെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അതായത് ഇതൊരു ആക്സിസ് ഉണ്ട്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ കണക്റ്റഡ് ആയിട്ട് കിടപ്പുണ്ട്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇത് നമ്മളുടെ അഡ്രിനാലിൻ പമ്പ് ചെയ്യും. ഈ അഡ്രിനാലിൻ എവിടെ ഇരിക്കുന്നത് വെച്ചാൽ അഡ്രിനൽ ഗ്ലാൻഡ്സ് ഇരിക്കുന്നത് നമ്മുടെ കിഡ്നിയുടെ മുകളിലാണ്. അതുകൊണ്ടാണ് ഈ പേടി വരുമ്പോൾ വയറ്റിൽ നിന്ന് വരുന്നത്, അല്ല തലേന്നല്ല വരുന്നത്. പല ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ എൻ്റെ ഈ ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയം വരുമ്പോൾ ഇവിടുന്നല്ലേ വരേണ്ടത്, അല്ല. കാരണം ഈ അഡ്രിനൽ ഗ്ലാൻഡ്സ് ഇരിക്കുന്നത് നിങ്ങളുടെ കിഡ്നിയുടെ മുകളിലാണ്, അവിടെ നിന്നാണ് ഇത് പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങനെ ഫയർ കത്തി വരുന്നത്, പേടി വരുന്നു. സോ ഈ കോർട്ടിസോൺ എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ഈ സ്ട്രെസ് ഹോർമോൺ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ ഉണ്ട്, ഒരു ഫിയർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ബ്രെയിൻ അതിനെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് ഡേഞ്ചർ എന്നാണ്. സോ ബ്രെയിൻ വാണ്ട്സ് യു ടു മൂവ് ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ ഓർ ഫൈറ്റ് ഇറ്റ് ഔട്ട്. കാരണം പ്രിമിറ്റീവ്, നമ്മളൊരു ആയിരക്കണക്കിന് വർഷങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പൂർവികർ കാട്ടിലായിരുന്നു. അവിടുത്തെ ഏറ്റവും വീക്കസ്റ്റ് സ്പീഷീസ് ആയിരുന്നു നമ്മൾ. എപ്പോൾ വേണമെങ്കിൽ വൈൽഡ് ലൈഫ് നമ്മൾ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്ന ബ്രെയിനാണിത്.
അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എവിടെ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടോ, ഒന്നെങ്കിൽ ഓടി മാറണം അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണം. ഇത് തന്നെയാണ് ഈ ബ്രെയിൻ, അതായത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു പോർഷൻ, റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയും, ബ്രെയിൻ സ്റ്റെം. ഇപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അതിന് ലോജിക്കില്ല, അത് കോൺഷ്യസ് അല്ല. ഇറ്റ് സ്റ്റിൽ വർക്ക്സ് ഓൺ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം നിങ്ങൾ സ്ട്രെസ് എന്ന് പറയുന്നത് ബ്രെയിനെ സംബന്ധിച്ച് ഫിയറാണ്. ബ്രെയിൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് സ്ട്രെസ്. ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓടി മാറണം. അതിനുവേണ്ടി നിങ്ങളെ സജ്ജമാക്കുകയാണ്. പക്ഷെ നിങ്ങളെന്തോ ചെയ്യുക, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഒരിടത്ത് പോയെങ്കിരിക്കും. അപ്പോൾ ഈ വരുന്ന സാധനം മുഴുവൻ നമ്മൾ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് ഹാവോക്ക് ഇൻസൈഡ് യുവർ ബോഡി. ഈ സ്ട്രെസ് ഹോർമോൺസ് എല്ലാം കൂടുന്നു. ഇത് നിങ്ങളുടെ ബോഡിക്കകത്തുള്ള നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എന്ന് പറയും, ഗ്ലൂക്കോസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് 8 മണിക്കൂർ യൂസ് ചെയ്യാനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ബോഡി എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും. അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് റിലീസ് ചെയ്ത് കൊടുക്കും. കാരണം ഓടി മാറാൻ വേണ്ടി തരുന്നത്. പക്ഷെ നമ്മൾ ഓടുന്നില്ലല്ലോ. അപ്പം ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ ക്രോണിക് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അവരിങ്ങനെ ഗ്ലൂക്കോസ് കണ്ടിന്യൂസ്ലി ഗ്ലൂക്കോസ് ലെവൽ അവർക്ക് ഹൈ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി പാൻക്രിയാസ് ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യും. ഇൻസുലിൻ എന്തിനാ സെക്രീറ്റ് ചെയ്യുന്നത്? ഈ ഗ്ലൂക്കോസിനെ തള്ളി സെല്ലിനകത്ത് കയറ്റാൻ വേണ്ടിയാണ്. അല്ലാതെ പല ആൾക്കാരും പറഞ്ഞാൽ ഇൻസുലിൻ വന്നിട്ട് ഗ്ലൂക്കോസിനെ ലയിപ്പിച്ച് കളയും, അങ്ങനെയൊന്നുമില്ല. ഇതിനെ സെല്ലിനകത്ത് കയറ്റാൻ വേണ്ടിയാണ്. പക്ഷേ സെൽസ് പറയും ഞാൻ ഓൾറെഡി ഓവർവെൽംഡ് ആണ്, ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ കയ്യിൽ, ഇങ്ങോട്ട് എടുക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആവും, ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവും, അയാൾ ഡയബറ്റിക് ആവും. ഒരസുഖം കിട്ടിയല്ലോ. രണ്ടാമത്തത്, ഈ ഓടാനോ ഇടിക്കാനോ വേണ്ടി തയ്യാറാവുന്നതിനിടയിൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടും. അങ്ങനെ കണ്ടിന്യൂസ്ലി ഹാർട്ട് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ BP കൂടും. ഇനി മൂന്നാമത്, ഓടാനാണെങ്കിലും ഇടിക്കാനാണെങ്കിലും നിങ്ങൾ 2 ഓർഗൻസ് വളരെ രണ്ട് പാർട്ട് വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഒന്നുകിൽ കൈയും കാലും, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ബ്രെയിൻ കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ച് ബ്ലഡ് ഫ്ലോ ഈ 2 ഓർഗനിലേക്കും കൂട്ടും. ബ്ലഡ് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അപ്പോൾ എവിടെ നിങ്ങൾ എടുക്കണ്ടേ? അപ്പോൾ നമ്മുടെ ഗട്ടിൽ നിന്ന് ബ്ലഡ് എടുക്കും. ഫ്ലോ ഇങ്ങോട്ടായിരിക്കും കൂടുതൽ. ഒന്നുകിൽ അടിക്കണം അല്ലെങ്കിൽ ഓടണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഗട്ടിനകത്താണ് നമ്മളുടെ 60% നമ്മളുടെ ആർമി, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ഇരിക്കുന്നത് ഗട്ടിനകത്താണ്. കാരണം ഗട്ടിനകത്താണല്ലോ പുറത്തുനിന്നുള്ള സാധനമൊക്കെ വന്ന് വീഴുന്നത്. അപ്പോൾ അവിടെയാണല്ലോ പ്രശ്നം ഉണ്ടാകാവുന്നത്. അതുകൊണ്ട് 60% ആർമി അവിടെ ലേഡ് ഔട്ട്. ഇവർക്ക് ഭക്ഷണം ഇല്ലാതാവും എന്ന് വെച്ചാൽ ബ്ലഡ് ഇവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഇമ്മ്യൂണിറ്റി വിൽ ബി കംപ്ലീറ്റ്ലി ലോസ്റ്റ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി പോയി കിട്ടി. ഇനി ഈ ഗ്ലൂക്കോസ് ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ്, നമ്മുടെ ശരീരത്തിനകത്ത് ക്യാൻസർ സെൽസൊക്കെ ഉണ്ടാവും മിക്കവരുടെയും. കാരണം നമുക്ക് തലമുറകളായിട്ട് ഇങ്ങനെ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടാവും. ഈ ക്യാൻസർ സെൽസ് ഉള്ളതുകൊണ്ട് ഇവരെ ഫീഡ് ചെയ്യുന്നത് ഗ്ലൂക്കോസാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി ഫ്ലോട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ലെവൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി ക്യാൻസർ സെൽസിന് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയി. അപ്പോൾ 4 കിട്ടിയില്ലേ? ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, പിന്നെ ഇമ്മ്യൂണിറ്റിയും പോയി കിട്ടി. ഇനി വേണമെങ്കിൽ തരാം. അപ്പോൾ ഈ ഒറ്റ സാധനമാണ് ക്രോണിക് സ്ട്രെസ്. സ്ട്രെസ്സിന് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 10 പുഷപ്സ് എടുത്താൽ സ്ട്രെസ്സാണ്, നല്ലതാണ്. ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അത് ചിലപ്പോൾ നമുക്ക് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആവാം, ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ കിടക്കുന്ന പ്രശ്നങ്ങളാവാം, അൺറിസോൾവ്ഡ് ഇഷ്യൂസ്. ഇതാണ് എപ്പോഴും ക്രോണിക് സ്ട്രെസ് ആവുന്നത്. വെറുപ്പ്, വിദ്വേഷം, പക മറ്റുള്ളവരെ കുറിച്ച്, അത് നമ്മുടെ ഉള്ളിൽ ക്രോണിക് സ്ട്രെസ്സാണ്. അവനെ കാണുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറാൻ തുടങ്ങും. പക്ഷെ പ്രശ്നം മൊത്തം പറ്റുന്നത് നമുക്കാണ്. അവനല്ല ചുമ്മാ തോന്നും, അയാളിത് അറിയുന്ന പോലും ഉണ്ടാവില്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ ആക്ച്വലി ഒരു റിട്രീറ്റിൽ സർവേ വരെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ക്യാൻസർ വന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ക്യാൻസറിന് റൂട്ട് കോസായി മാറിയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ വെറുപ്പ്, വിദ്വേഷം, പക പോലുള്ള സാധനമാണ്. ഞാനിതിനെക്കുറിച്ചൊരു പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് കമൻറ്റ് ഇടും, അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരുന്നോ എന്ന് പറഞ്ഞു. അവർക്ക് ഇവിടെ വെറുപ്പ്, വിദ്വേഷം, പക അതാണെന്നല്ല, അതൊരു കാരണമായിട്ട് വരുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ സ്ട്രെസ്സ്, ഡിപ്രഷൻ, നമ്മൾ സൈക്കോളജിക്കൽ എന്ന് പറയുന്ന കാര്യങ്ങൾ വെറും സൈക്കോളജി കൊണ്ട് മാത്രം ഡീൽ ചെയ്യാൻ നോക്കരുത്. സൈക്കോളജി ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇഫ് യു ഹാവ് എ ബാഡ് ബോഡി, an underperforming body, your mind can do nothing. ബോഡി, ബ്രെയിൻ, മൈൻഡ്, ഇത് മൂന്നിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മൈൻഡ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. മൈൻഡ് എക്സിസ്റ്റ് ഓൺലി വെൻ തോട്ട്സ് മൂവ് ത്രൂ യുവർ ബ്രെയിൻ, അല്ലെങ്കിൽ മൈൻഡ് ഇല്ലല്ലോ. പക്ഷേ അത് ശരിയായ ചിന്തകൾ ഉണ്ടാക്കണമെങ്കിൽ ശരിയായ സാധനം ബ്രെയിനകത്ത് ഇട്ട് കൊടുക്കണം. അത് പണ്ട് മുതലേ പറയുന്നതാണ് ജിജോ, ഗുഡ് തിങ്സ് ഇൻ, ഗുഡ് തിങ്സ് ഔട്ട്. നമ്മൾ വായിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ആരോ അസോസിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ബേസ് ചെയ്താണ് നമ്മളെ ചിന്തകൾ ഉണ്ടാകുന്നത്. പാരലി സെയിം വേ നമുക്ക് അതിന് പറ്റുന്ന തരത്തിലുള്ള ഹോർമോൺസ് നമുക്ക് ഉണ്ടാവണം. ആ ഹോർമോൺസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള ബയോകെമിക്കൽ ആക്ഷൻസ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. ഇപ്പോൾ ആൻറ്റർപ്രന്യൂഴ്സൊക്കെ നിങ്ങൾ പോഡ്കാസ്റ്റ് കൂടുതൽ ആൾക്കാർ ആൻറ്റർപ്രന്യൂഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ഇവർ പല ആൾക്കാരും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം
അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ സ്പീഡിനൊപ്പം ഓടിയെത്താൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത് തന്നെ ചില ആൾക്കാരും സംസാരിക്കാറുണ്ട്. നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് ഫേം ഉണ്ട്, ബ്രഹ്മ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊരു ഏകദേശം 2000 കൂടുതൽ കമ്പനികളെ, സ്മോൾ സ്കെയിൽ കമ്പനികൾ നമ്മൾ സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ആൻട്രപ്രന്യൂസുമായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ അവരുടെ ബിസിനസ്സൊക്കെ വളരെ നല്ല ലെവലിൽ എത്തിയ ശേഷം ഒരു കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്, കൈൻഡ് ഓഫ് താല്പര്യക്കുറവ്, യുനോ എന്തിനാ ഇതൊക്കെ, പണ്ട് 4 AM ക്ലബിലും 5 AM ക്ലബിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ പക്ഷേ 7 ആയാലും എണീക്കില്ല, ഡ്രൈവ് പോയി. ചില ആൾക്കാർക്ക് അതിനൊക്കെ അപ്പുറത്തെ ഇഷ്യൂസൊക്കെ, ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയും. ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫ്രോഡാണോ എന്ന് സ്വയം ഒരു തോന്നൽ. എൻ്റെ അടുത്ത് എന്തിനാ വരുന്നേ ഇവർ, എന്നൊക്കെ നല്ല സാധനം മറ്റവും കൊടുക്കുന്നുണ്ടല്ലോ എന്ന് സ്വയം ചിന്തിക്കുന്ന ആൻട്രപ്രന്യൂഴ്സ് ഉണ്ട് നമ്മുടെ ഇടയിൽ. അതിനെ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുക. അറ്റ്ലീസ്റ്റ് ഞാൻ പേഴ്സണലി സംസാരിച്ചുള്ള 2-3 പേരുണ്ട്. അവരുടെ ഒക്കെ അവസ്ഥ ഞാൻ പറഞ്ഞത്. അവരൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. ഇവർ ലൈഫ് കോച്ച് അങ്ങനെ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോകും, അങ്ങനെയുള്ള ട്രെയിനിങ്ങിനൊക്കെ പോകുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ വിഷൻ ബോർഡിൻ്റെ പ്രശ്നമാണ്, വിഷൻ ബോർഡ് ഒന്നുകൂടെ മാറ്റുന്നത്. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഷൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരാൾ കണ്ടപ്പോൾ വിഷൻ ബോർഡിൻ്റെ പ്രശ്നം, അതാ നോക്കാം എൻ്റെ ഐപാഡ് കാണിച്ചു, എൻ്റെ വിഷൻ ബോർഡ് ഇതെല്ലാം ഉണ്ട്, പടം വരെ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക, വിഷൻ ബോർഡിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേറെന്തോ പ്രശ്നം. അപ്പോൾ ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പലപ്പോഴും നമ്മൾ ഡീപ്പ് റൂട്ടഡായിട്ട് ഇറങ്ങി നോക്കുമ്പോൾ ദേ ഹാവ് ഇഷ്യൂസ് കണക്റ്റഡ് ടു ഹോർമോൺസ്. ഇപ്പം നമ്മൾ ഈ മെയിലിലും ഫീമെയിലും ഉണ്ട്. എങ്കിലും മെയിലാണ് കൂടുതലായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടല്ലോ. മെയിൽ ഹോർമോൺ എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ. സെക്സ് ഹോർമോൺ എന്ന് ചിലർ പറയും. സെക്സ് മാത്രമല്ല, അത് ബേസിക്കലി നമ്മുടെ എൻ്റയർ ഡ്രൈവിൻ്റെ റീസൺ ടെസ്റ്റോസ്റ്റിറോൺസ് ആണ്. അപ്പം നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, ഒരു ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 200 to 600 നോർമൽ എന്നാണ് ടെസ്റ്റോസ്റ്റിറോൺ ഫോർ മെയിൽ. വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ബയോഹാക്ക് സെൻറ്ററിലെ ഡോക്ടറോട് ചോദിച്ചാൽ പറയും, ഒരു ആൻട്രപ്രന്യൂർ ആണ് വന്ന് പുള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഒരു 500 താഴെയാണെങ്കിൽ ആളുടെ റെക്കമെൻഡേഷൻ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ആദ്യം ഇത് കൂട്ട്. ഡ്രൈവ് വേണ്ടേ? ബിസിനസ് വിജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഡ്രൈവ് ഇല്ലാത്ത ഒരാൾക്ക് ബിസിനസ് കൊണ്ടുനടക്കാൻ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇത് കടുവപ്പുറത്ത് കയറട്ടെ നമ്മൾ. അതെ. അപ്പോൾ എങ്ങനെ ഈ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാൻ എന്താ ചെയ്യുക? അതിന് പറ്റുന്നൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാം, അതിന് പറ്റുന്ന എക്സസൈസ് ഉണ്ടാക്കാം. എക്സസൈസാണ് ഏറ്റവും നല്ലത്. പ്ലസ് ചില ആൾക്കാർക്ക് വളരെ ലോ ആയിട്ട് നിൽക്കുന്നവരുണ്ട്, ദേ ക്യാൻ ഗോ ഫോർ ട്രീറ്റ്മെൻറ്റ്. ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. പക്ഷേ സിന്തറ്റിക് ടെസ്റ്റോസ്റ്ററോൺ എപ്പോഴും ഈ സിന്തറ്റിക്കും നാച്ചുറൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ചില ആൾക്കാർ പറയില്ല കെമിക്കൽ, അതൊക്കെ കെമിക്കലാണ്, എല്ലാം കെമിക്കലാണ്. നമ്മൾ എന്ത് സാധനം എടുത്താലും കെമിക്കൽ ഉള്ളൂ അതിനകത്ത്. കാരണം ഇപ്പം നമ്മളിപ്പോൾ പ്ലാന്റ്സ് എടുത്ത് നോക്കിയാൽ പ്ലാന്റ്സിനകത്തുള്ള എന്താ ശരിക്കും ഫൈറ്റോ കെമിക്കൽസാണ്. ഇപ്പം ചില ആൾക്കാർ ചോദിക്കും, നമ്മൾ മഗ്നീഷ്യം ഇപ്പോൾ സപ്ലിമെൻ്റ് ചെയ്യുന്നു, മഗ്നീഷ്യം സിട്രേറ്റ് സപ്ലിമെൻ്റ് ചെയ്യുന്നു, മുരിങ്ങയിൽ നിന്നും മഗ്നീഷ്യം കിട്ടുന്നു, അത് കിട്ടിയാൽ പോരെ, ഇത് കെമിക്കൽ അല്ലെന്ന് ചോദിക്കും. ബോഡിക്ക് മഗ്നീഷ്യമാണ് കിട്ടുന്നത്. മഗ്നീഷ്യം സിട്രേറ്റ് ഞാൻ കഴിച്ചു കഴിയുമ്പോൾ ബോഡിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ മഗ്നീഷ്യം സിട്രിക് ആസിഡ് ആയിട്ട് അങ്ങ് തിരിയും. മഗ്നീഷ്യമാണ് ബോഡി യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്ലാന്റിൽ നിന്ന് വരികയാണെങ്കിൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് ബോഡിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാന്റിൽ നിന്ന് കിട്ടുമ്പോൾ അത് മാത്രമായിട്ടായിരിക്കില്ല കിട്ടുക, അതിനോടൊപ്പം കുറച്ച് വേറെ ഫൈറ്റോ ഫാക്ടർ പ്ലാന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയും, വേറെ കുറച്ചുകൂടി പ്ലാന്റിൽ നിന്ന് വരുന്ന കുറേ സാധനങ്ങൾ കൂടി ഉണ്ടാവും. അത് ഇതിൻ്റെ അബ്സോർപ്ഷൻ ബെറ്റർ ആക്കും. അതർവൈസ് ദർ ഇസ് നോ ഡിഫറൻസ്. ഒരു സ്പിരിച്വലി നോക്കുവാണെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, ഈ ഹിപ്നോസിസ് ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ നമ്മൾ നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്റ്റീവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് പോവുക. അതും ഇപ്പോൾ സാറ് പറഞ്ഞ മെത്തേഡും കൂടെ നോക്കുവാണെങ്കിൽ അതിൻ്റെ റെലവൻസ്, അതായത് സ്പിരിച്വലി നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസസിൻ്റെ റെലവൻസ് കുറയുന്നു എന്നുള്ളതാണോ? ഇൻഫാക്റ്റ് മെഡിറ്റേഷൻ, യോഗയൊക്കെ ബയോ ഹാക്കിങ്ങിൻ്റെ പ്രോസസ്സിനകത്ത് തന്നെ വരുന്നതാണ്. അതായത് ഞാൻ നേരത്തെ ഉള്ളു, ബയോ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് വരുന്ന കുറച്ചുകൂടി ടെക് ഓറിയൻറ്റഡ് ആയിട്ട് ഒക്കെയാണ് നമ്മൾ വരുന്നെങ്കിൽ പോലും ബേസിക് ഫണ്ടമെൻറ്റൽസ് നോക്കുകയാണെങ്കിൽ ഹൗ ടു ഹാക്ക് യുവർ ബോഡി, ഹൗ ടു ഹാക്ക് യുവർ ബയോളജി എന്ന് ചോദിച്ചാൽ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബി വിത്ത് ദ നേച്ചർ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ ശരീരത്തിൽ ഒരു 30-40 ട്രില്യൺ സെൽസ് ഉണ്ട്. ഈ സെൽസ് ഓരോന്നും നമ്മുടെ ബാറ്ററി പോലെ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. എനർജി പ്രൊഡ്യൂസിങ് സെൽസാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സെല്ലുകളും. നമ്മുടെ വീട്ടിലുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും എർത്തിഡാണ് അല്ലേ? അതേസമയം നമ്മുടെ ബോഡി എർത്ത് ചെയ്യുന്നത് വളരെ കുറവാണ്. മീൻസ് ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭൂമിയിൽ ലാസ്റ്റ് എന്നാണ് ടച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ പോലും പ്രയാസം ഉണ്ടായിരിക്കും ഉത്തരം പറയാൻ. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രൗണ്ടിങ്, എർത്തിങ് എന്ന് പറയുന്നത് ഇത്ര പ്രോമിനൻ്റ് ആയിട്ട് ആൾക്കാർ പറയാൻ തുടങ്ങിയത്.
പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ചെരുപ്പൊന്നും ഇടാതെ നടന്നിരുന്നത്. ഇപ്പോൾ അത് ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥ വന്നു. അപ്പം ഗ്രൗണ്ടിങ്, എർത്തിങ്, അതായത് നഗ്നപാതരായിട്ട് മണ്ണിൽ കൂടെ നടക്കുക അല്ലെങ്കിൽ പുൽത്തകടിയിലൂടെ നടക്കുക എന്നുള്ളത് ബയോ ഹാക്കിംഗ് ടെക്നിക്കാണ്. അപ്പോൾ ബയോ ഹാക്കിംഗ് എന്ന് പറയുമ്പം മൈക്രോചിപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ NAD ഇഞ്ചെക്ട് ചെയ്യുന്നതോ മാത്രമല്ല. ബ്രത്ത് വർക്ക് ഏറ്റവും ബയോ ഹാക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മേഖല ബ്രത്ത് വർക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. പല ടൈപ്പ് ഓഫ് ബ്രീത്തിങ്, അത് ശരിക്കും ഇന്ത്യൻ വെൽനസ് വിസ്ഡത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി US നിന്ന് അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡ് ഡെവലപ്പ് ചെയ്താണ് ഈ ബ്രത്ത് വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് മാറിയത്. ഐ തിങ്ക് ബ്രത്ത് വർക്ക് മാർക്കറ്റ് തന്നെ ഏതാണ്ട് $200 ബില്യൺ മറ്റായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറയുന്ന പ്രാണായാമയാവും, ഭസ്ത്രിക പ്രാണായാമയാവും, ഇതെല്ലാം തന്നെ നമ്മളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈൻഡ് സെറ്റ്സോ അല്ലെങ്കിൽ ഓൾട്ടേർഡ് സ്റ്റേറ്റ്സ് എന്ന് പറയും, ഓൾട്ടേർഡ് സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ്. അപ്പോൾ ഈ പറയുന്ന NADയോ അല്ലെങ്കിൽ അതേപോലുള്ള IVസോ അതേപോലുള്ള സപ്ലിമെൻറ്റ്സോ ഒന്നും ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ഇതൊരു ഒരു ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേണം നമുക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും മണ്ണിലൂടെ നടക്കാൻ ശ്രമിക്കും, അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും. അത് ഭാഗ്യവശാൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ മണ്ണിൽ കൂടെ നടക്കാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, ബട്ട് സ്റ്റിൽ പർപ്പസ്ഫുള്ളി അതിന് വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2, ബ്രത്ത് വർക്ക്. നമ്മൾ എന്ത് തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക്, ഒരു സ്റ്റേറ്റിലേക്കാണോ നമുക്ക് എത്തേണ്ടത്, അതനുസരിച്ചുള്ള ബ്രത്ത് വർക്കിൽ മാറ്റം വരുത്താൻ പറ്റും. കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബയോളജിയുടെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റം ഒരു ഓട്ടോക്രാറ്റിക്കാണ്. നമ്മുടെ ബ്രെയിനും സെൻട്രൽ നെർവസ് സിസ്റ്റവും ഓട്ടോക്രാറ്റിക്കാണെന്ന് പറയുക. അവർ തീരുമാനങ്ങൾ എടുക്കുന്നു, നടപ്പിലാക്കുന്നു. ഇപ്പോൾ ഈ റൂമിനകത്ത് ചൂടാണോ തണുപ്പാണെന്നുള്ള അവർ തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു. അപ്പം ചിലപ്പോൾ നമ്മൾ ഇതിനകത്ത് ചിലപ്പോൾ നോർമലി തണുപ്പായിരിക്കും, പക്ഷെ ചൂടാൻ തീരുമാനിച്ച് ചൂടാൻ നമ്മൾ വേർക്കും. പിന്നെ മൂന്നാമത് സുപ്രീം കോർട്ടൊന്നും ഇല്ല, മുകളിൽ ചോദിക്കാൻ ആരുമില്ല. പക്ഷേ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് നമുക്ക് തരുന്ന ഒരേ ഒരു ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രത്താണ്. കാരണം ബ്രത്തിലൂടെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളുടെ നെർവസ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അതിന് 2 പാർട്ടെന്ന് പറയാം, സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോഴാണ്. നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ പാരാസിമ്പത്തറ്റിക്കിൻ്റെ ആക്ടിവേഷനായിട്ട് പറയും, അങ്ങനെ പോകുന്നത്. അപ്പം ഇള പിങ്കള എന്ന് പറയും ഇവർ. നമ്മളിപ്പോഴും ആക്റ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ബ്രത്ത് ഷോർട്ടാവും, കൂടുതൽ ബ്രത്ത് എടുക്കും അല്ലേ. നമ്മൾ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു നമ്മൾ റിലാക്സ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മളിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു സൈയാണ്, ഒരു എന്താ പറയുക, ദീർഘനിശ്വാസമാണ്, എക്സലേഷനാണ്. എപ്പോഴും എക്സലേഷൻ ഉണ്ടാവുന്നത് പാരാസിമ്പത്തറ്റിക് ആക്ടിവേറ്റഡ് ആകുമ്പോഴാണ്. അപ്പോൾ എക്സലേഷനിലൂടെ നമുക്ക് പാരാസിമ്പത്തറ്റിക്കിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് പാരാസിമ്പത്തറ്റിക് ആക്ടിവേറ്റഡ് ആകുമ്പോൾ എപ്പോഴും നമുക്ക് എക്സലേഷൻ ഉണ്ടാകുന്ന പോലെ തന്നെ എക്സലേഷനിലൂടെ നമ്മുടെ പാരാസിമ്പത്തറ്റിക്കിനെ ആക്ടിവേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഞാൻ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്ന ബ്രീത്തിനേക്കാളിലും നീളം കൂട്ടി, കൂടുതൽ ലെങ്ത് എടുത്ത്, കൂടുതൽ സമയമെടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് കൂടുതൽ ആക്റ്റീവ് ആകും, സ്ട്രോങ്ങർ ആവും. പാരാസിമ്പത്തറ്റിക് കൂടുതൽ സ്ട്രോങ്ങർ ആവുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, എനിക്ക് സ്ട്രെസ്സിനെ കുറേ കൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഞാൻ കൂളായിരിക്കും. ഇത് ബാലൻസ്ഡ് ആയിട്ട് പോകേണ്ടതാണ്, ബട്ട് സ്റ്റിൽ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇൻ്റർവ്യൂവിലേക്ക് കയറാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് നെഗോഷിയേഷന് കയറാൻ പോവാണ്, വി ആർ എ ബിറ്റ് ടെൻസ്ഡ്. അപ്പോൾ കുറച്ച് നേരം, 1 മിനിറ്റ് നേരത്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഇരുന്ന് ബ്രത്തിലൊന്ന് ഫോക്കസ് ചെയ്യുക, ബ്രത്തിനൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക, നമ്മുടെ എക്സലേഷൻ കുറച്ചുകൂടി ഡീപ്പർ ആക്കുക. ദെൻ ആ റൂമിലേക്ക് എൻ്റർ ചെയ്തോ ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എവിടെയോ ഞാൻ ഏതോ ഒരു സ്പിരിച്വൽ ലീഡറോ എവിടെയോ വായിച്ചാണെന്ന് തോന്നുന്നു, പറഞ്ഞു കേട്ടാണോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് X നമ്പർ ഓഫ് ബ്രത്ത് തന്നിട്ടുണ്ട്, അത് തീരുമ്പോൾ തിരിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ. അത് എത്ര പെട്ടെന്ന് തീർക്കുമോ അത്രയും പെട്ടെന്ന് പോവാം. ഇപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ടും ഇങ്ങനെ ടെൻസ്ഡ് ആയിട്ട് നടക്കുന്ന ആൾക്കാരിൽ ബ്രത്ത് ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും. സോ ദെയർ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് സ്പാനും കുറയുന്നുണ്ടാവും. സ്ലോവർ ദ ബ്രത്ത് ദ ലോങ്കർ യു ലീവ് എന്നാണ് കണക്ക്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 മിനിറ്റിൽ 20 ബ്രത്താണ് ആവറേജ്, 15 മുതൽ 20 ബ്രത്തായിരിക്കും നമ്മൾ എടുക്കുന്നത് നോർമലി. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പർപ്പസ്ഫുള്ളായിട്ട് കോൺഷ്യസ് ബ്രീത്തിങ് നടത്തുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഒരു 5 ബ്രത്തിലൊക്കെ 1 മിനിറ്റിൽ 5 ബ്രത്ത്, 5 മുതൽ 6 ബ്രത്ത്, അതായത് ഇങ്ങനെ ആലോചിച്ച് നോക്കും, ഒരു 5 സെക്കൻഡ് എടുത്ത് നമ്മൾ അകത്തോട്ട് ബ്രീത്ത് ചെയ്യുന്നു,
5 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, 5 സെക്കൻഡ് എടുത്ത് പുറത്തേക്ക് ബ്രീത്ത് ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് 1 സൈക്കിൾ 15 സെക്കൻഡ്സ് എടുത്തില്ലേ. അപ്പോൾ 1 മിനിറ്റ് 4 സൈക്കിൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് എനിക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും കൂടെ കൂടുതൽ കാലം ജീവിക്കാം. ഇത് എത്ര അഫോർഡബിൾ ആണ്? ലൈക്ക് ഇതൊക്കെ ധനികർക്ക് മാത്രമുള്ളതാണ്. അതെ, ഇത് Elite എലീറ്റ് ക്ലാസ്സുകൾക്ക് മാത്രമാണോ, അതോ ഒരു സാധാരണക്കാരന് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ അതിൻ്റെ ഒരു ഞാൻ പലപ്പോഴും ഈ ബയോ ഹാക്കിങ്ങും അതുപോലെ ലോഞ്ചിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സയൻസുകളൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് ധനികനല്ല. കാരണം ഒന്ന്, ഗ്രൗണ്ടിങ് എർത്തിങ്. ധനികരൊക്കെ ഇപ്പോൾ 8ാമത്തെ 10ാമത്തെ നിലയിലാണ്. അവർക്ക് മണ്ണിലിറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. പക്ഷേ സാധാരണ ആൾക്കാർക്ക് മണ്ണിലിറങ്ങി നടക്കാൻ ഒരു പ്രയാസമില്ല. ഓക്കെ, ഇനി കൂടുതലും ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് നല്ല ബ്രത്ത് കിട്ടും, നല്ല ഓക്സിജൻ കിട്ടും. അതൊരു ബയോ ഹാക്കിങ്. ഇന്ന് ഓക്സിജൻ പാർലറുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാലമാണ്. സിറ്റികളിലൊക്കെ ഓക്സിജൻ പാർലേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അത് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഹോർമസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് ബയോ ഹാക്കിങ്ങിൽ. ഹോമസിസ് എന്ന് പറയാൻ, ഹോമസിസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ സ്ട്രെസ്. ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് സോണ. ഇപ്പം നമ്മുടെ ബയോ ഹാക്ക് സെൻറ്ററിൽ ഇൻഫ്രാറെഡ് സോണയുണ്ട്. ഇൻഫ്രാറെഡ് സോണ എന്ന് പറഞ്ഞാൽ സോണ തന്നെ, അത് ഇൻഫ്രാറെഡിൽ കൂടിയാണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 70, 75, 80 ഡിഗ്രി വരെയൊക്കെ ഹീറ്റ് ചെയ്യാം. ഒരു 30-40 മിനിറ്റ്സ് നമുക്ക് അതിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള ഡിഫറൻസ് നമുക്കുണ്ടാവും. അതെന്ത് ഡിഫറൻസ് ഉണ്ടാവും? ഇൻഫ്ലമേഷൻ, നോർമലി നമ്മുടെ ബോഡിയിലൊക്കെ എപ്പോഴും ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും. ഈ ഇൻഫ്ലമേഷൻസ് അതേപടി മാറ്റാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം ഇൻഫ്രാറെഡ് സോണയാണ്. പ്ലസ് മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷൻസിനൊക്കെ എൻഹാൻസ് ചെയ്യും. അത് കഴിഞ്ഞ് നേരെ ഒരു കോൾ പ്ലഞ്ച്, ഒരു 2 ഡിഗ്രിയിലുള്ള ഒരു കോൾ പ്ലഞ്ചിലേക്ക് ഇറങ്ങിയാൽ, ഞങ്ങളിവിടെ 2 ഡിഗ്രി 3 ഡിഗ്രി അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു എക്സ്പ്ലോഷനാണ് പിന്നെ അത്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വിൻ്റർ പീരീഡ് ടൈമിലൊക്കെ നല്ല പുഴയിലിറങ്ങി കുളിക്കുമ്പോഴും ഏകദേശം ഇതിനടുത്ത എഫക്റ്റൊക്കെ കിട്ടും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഇപ്പോൾ പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് നമുക്കൊരു 20 മിനിറ്റ്സ് നമുക്ക് അതിനകത്ത് പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, ആ ഫീൽഡിനകത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ബേസിക്കലി അത് നമുക്ക് ഓവറോൾ നമ്മുടെ വെൽബീയിങ്ങിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാക്കും. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എർത്തിൽ നിന്ന് തന്നെ കിട്ടേണ്ടതാണ്. അത് കിട്ടാതെ വരുന്നതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത് പലപ്പോഴും. മനസ്സിലായില്ലേ? ഇനി ബയോ ഹാക്കിങ്ങിലാണെങ്കിൽ ലോഞ്ചിവിറ്റിയിലും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒന്ന് ഗട്ട് ഹെൽത്താണ്. കാരണം നമ്മുടെ ഗട്ടാണ് നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത്, ഗട്ടാണ് ബാക്കി എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അത് സയൻറ്റിഫിക്കലി പ്രൂവണുമാണ്. ഇതിൽ നമുക്ക് ഗട്ടിൻ്റെ ഇത്ര ഇമ്പോർട്ടൻസ് വരാൻ കാര്യം, നമ്മുടെ ശരീരത്തിൽ 20-30 ട്രില്യൺ കോശങ്ങളുണ്ടെങ്കിൽ ഗട്ടിൽ ഏകദേശം 100 ട്രില്യൺ ബാക്ടീരിയയും വൈറസും ഒക്കെ ആയിട്ടുണ്ടെന്നാണ് പറയുക. അപ്പോൾ ഇവർക്കുള്ള ഫീഡ് കറക്റ്റായിട്ട് കിട്ടണം, നല്ല ബാക്ടീരിയകൾ അതിനകത്തുണ്ടാവണം. അപ്പോൾ അതിന് റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ഫുഡ് എന്ന് പറയുന്ന പല ഫുഡുകളിൽ ഒന്ന് ഫെർമെൻറ്റഡ് ഫുഡാണ്. ഏറ്റവും നല്ല ഫെർമെൻറ്റഡ് ഫുഡ് പഴയ കഞ്ഞിയാണ്. കൊണ്ട് എല്ലാ ബാക്ടീരിയയും കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സ്റ്റിൽ പ്രാക്ടിക്കലി പഴയ കഞ്ഞി, തൈര്, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലി. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാണുമല്ലോ, ഇത് ശരിക്കും വേണമെന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് പൈസയുടെ അല്ല ഇഷ്യൂ. ഇതൊരു പുതിയ ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ പ്രാക്ടിക്കലി സിറ്റി ജീവിക്കുന്ന ആൾക്കാർ, ഫാസ്റ്റ് പേസ് ലൈഫിലുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രാക്ടിക്കലായെന്ന് വരത്തില്ല. സോ ദേ വിൽ ഹാവ് ടു റിസോർട്ട് ടു ഇപ്പോൾ നമ്മുടെ പോലുള്ള സെൻറ്ററുകൾ, നമ്മുടെ പോലുള്ള മെത്തഡോളജികൾ, പ്രോട്ടോകോൾസ് ഒക്കെ വേണ്ടി വരും. പിന്നെ അങ്ങനെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച ജെനോമിക് ടെസ്റ്റിംഗ്, അതിൽ നിന്ന് വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം, ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈമാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എപ്പിജനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന പ്രോഗ്രാമിന് വരുന്ന കോസ്റ്റ് 30,000 പ്ലസ് ടാക്സ് ആണ്, 30,000 പ്ലസ് ടാക്സ്. അതിനകത്ത് ടെസ്റ്റ്, അതിൻ്റെ റെക്കമെൻഡേഷൻ റിപ്പോർട്ട്, കൗൺസിലിങ്, എൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്ത് എല്ലാം തരുന്ന എല്ലാം ഉൾപ്പെടെയാണ് പറയുന്നത്. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈമാണ്. നോർമലായിട്ട് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എവറി 3 മന്ത്സ്, എവറി 6 മന്ത്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു തവണ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം 10,000 റുപ്പീസിനടുത്ത് അവർക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കിയാലും ഇത് എക്സ്പെൻസീവ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം പിന്നെ ഇതിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ അധികം ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെർഫോമൻസ് ബെറ്ററായിട്ട് നിലനിർത്താൻ പറ്റുക, ഡിസീസുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക, കോഗ്നിറ്റീവ് പവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ നേരെ ഫങ്ഷൻ ചെയ്യിക്കാൻ പറ്റുക, അതൊക്കെയാണല്ലോ ഇന്ന് ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കരുതുന്നത്. ബ്രെയിൻ നേരെ ഫങ്ഷൻ ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ ഹൈ പെർഫോമൻസിലോട്ട് വരാൻ എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും? ബ്രെയിനിൻ്റെ പീക്ക് പെർഫോമൻസിൽ എങ്ങനെ കൊണ്ടുവരും? ബ്രെയിനിൻ്റെ
ഫങ്ഷൻസിൽ ഏറ്റവും ഇന്നത്തെ സയൻസ് അനുസരിച്ച് ഏറ്റവും ശക്തമായ കണക്ഷൻ എന്ന് പറയുന്നത് ഗട്ടുമായിട്ടാണ്. ഒരു കണക്ഷൻ, അതായത് ദർ ഇസ് സംതിങ് കോൾഡ് എ ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയുന്ന ഒന്നുണ്ട് എന്നുള്ളത് ഇന്ന് സയൻസ് അക്സെപ്റ്റഡ് ആണ്. സോ നമ്മുടെ ഗട്ടിനകത്തുള്ള ബാക്ടീരിയാസും വൈറസും ബ്രെയിനിൻ്റെ ഫങ്ഷനിൽ മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ എന്താണ് ഈ മേജർ റോൾ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഉറക്കം ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ്, ബോഡിയായിട്ട് ബന്ധപ്പെട്ടാണ്, എന്നാലും ബ്രെയിനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതേപോലെ നമ്മളുടെ എക്സിക്യൂട്ടീവ് പവർ, എക്സിക്യൂഷൻ സെൻറ്ററായിട്ട് പറയുന്നത് ബ്രെയിനിനെ. ഒരു തീരുമാനം എടുക്കുമ്പോൾ ആദ്യം അതിനകത്ത് ബ്രെയിനാണല്ലോ യൂസ് ചെയ്യപ്പെടുന്നത്. മെമ്മറി, അതേപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, ഇതുപോലെ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതൊക്കെ ബ്രെയിനിലാണ്. ഇതിനകത്ത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ന്യൂറോ കെമിക്കലുകളാണ് അതിൻ്റെ ഒരു താളം, അതിൻ്റെ ഒരു ഡാൻസാണ് നമ്മളുടെ പല ഇമോഷൻസ് ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകളുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ബ്രെയിനാണല്ലോ, അല്ലെങ്കിൽ ബ്രെയിനാണ് ചിന്തകൾ കടന്നു പോകുന്ന നമ്മുടെ ഓർഗൻ എന്ന് പറയുന്നത്. ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല, അതിനെക്കുറിച്ചൊക്കെ 2 സ്കൂൾ ഓഫ് തോട്ട്സ് ഒക്കെ ഉണ്ട്. എനിവേ, അപ്പോൾ ഈ നല്ല ചിന്തകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, എപ്പോഴും പോസിറ്റീവായിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ നല്ല ഈ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള തോട്ട്സ് എങ്ങനെ കുറയ്ക്കാം, ഇതെല്ലാം നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡാണ്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത് ഗട്ടാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ. ഗട്ട് ബാക്ടീരിയ ഉണ്ടാക്കുന്ന പല ന്യൂറോ കെമിക്കൽസുമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഹാപ്പിനെസ് തന്നെ നമ്മൾ പറഞ്ഞു, സെറട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ കെമിക്കലാണ് ഹാപ്പിനെസ്സുമായിട്ട് കണക്റ്റഡ് എന്നുള്ളത് ഇന്നിപ്പം എല്ലാവർക്കും അറിയാം. ഈ സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 94% പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഗട്ടിലാണ്, ബ്രെയിനിലല്ല. ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു? L-tryptophan എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്, ആ അമിനോ ആസിഡ് നിന്നാണ് ഈ സെറട്ടോണിൻ ഉണ്ടാവുന്നത്. L-tryptophan എവിടുന്നാണ് വരുന്നത്? ഡയറി പ്രോഡക്ട്സ്, ഡാർക്ക് ചോക്ലേറ്റ്, എഗ്ഗ്, മിൽക്ക്, ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ ബാക്ടീരിയ അതുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ട്, ബാക്ടീരിയയ്ക്ക് ഒരു റോളുണ്ട്. എല്ലാ ബാക്ടീരിയയിലും അതുമായി ബന്ധപ്പെട്ട ബാക്ടീരിയ. സപ്പോസ് ആ ബാക്ടീരിയ ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾ കുറേ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാലും നിങ്ങൾക്ക് സന്തോഷം കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഗട്ടിനകത്ത് ഒരു സ്പീഷീസ് ഉണ്ട്, ഒരു പല സ്ട്രെയിൻസ് ബാക്ടീരിയ ഉണ്ടാവും. പഴയ കാലത്ത് നമ്മുടെ ഇന്ത്യയിലൊക്കെയുള്ള ആൾക്കാരുടെ ഗട്ടിൽ 60-70 ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഉണ്ട്. ഇപ്പോൾ അത് കുറഞ്ഞ് 20-30 ആയെന്നൊക്കെയാണ് പറയുന്നത്. കാരണം വെറൈറ്റി ഓഫ് ഫുഡ് കുറഞ്ഞു. ഫുഡിലെ വെറൈറ്റി കൂടുന്നതനുസരിച്ച് സ്ട്രെയിൻസ് കൂടിക്കൊണ്ടിരിക്കും. മോർ സ്ട്രെയിൻസ് ബെറ്റർ ഹെൽത്ത് എന്നാണ് പറയുക. നമുക്കിപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ വീറൂട്ട്സ് ബയോഹാക്ക് സെൻറ്ററിൽ തന്നെ ഗട്ട് മൈക്രോബയോം ടെസ്റ്റിംഗ് ഉണ്ട്. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. പൂപ്പ് ടെസ്റ്റിംഗ് ആണത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഗട്ട് മൈക്രോബയോംസ്, നമ്മുടെ ഗട്ടിനകത്തുള്ള എന്തൊക്കെ ബാക്ടീരിയ, എന്തൊക്കെ വൈറസുകളാണുള്ളത്. ചില വില്ലന്മാരുണ്ടാവും, അവരെ ഐഡൻറ്റിഫൈ ചെയ്യണം, അവന്മാരെ മാറ്റണം, ഇറാഡിക്കേറ്റ് ചെയ്യണം. അത് മെഡിക്കൽ ഡോക്ടേഴ്സാണ് അത് ചെയ്യേണ്ടത്. അവർക്കറിയാം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. പല ആൾക്കാരുടെയും പ്രശ്നം അതല്ല. വളരെ എസെൻഷ്യലായിട്ട് വേണ്ടുന്ന ചില ബാക്ടീരിയകൾ ഗട്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പല ഫുഡും അവർക്ക് അലർജിക്കാണ്. അപ്പോൾ അവരൊരു ഫുഡ് ഇൻടോളറൻസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നത്തെ അവസ്ഥയിൽ ഫുഡ് ഇൻടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഒരുമാതിരിപ്പെട്ട ഒരു ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഈ സ്ട്രെയിൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, മിസ്സിംഗ് സ്ട്രെയിൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെയിൻസ് മാത്രമായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ആ ബാക്ടീരിയ മാത്രം ക്യാപ്സുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ പേരിലുള്ള സപ്ലിമെൻ്റ് ആയിരിക്കും, അല്ലാതെ ജനറിക് ആയിട്ടുള്ള സപ്ലിമെൻ്റ് അല്ല, നിങ്ങളുടെ പേരിലായിരിക്കും അത് വരുന്നത്. സോ അത് ഒരു 3 months കഴിയുമ്പോഴത്തേക്കും ആ ബാക്ടീരിയ നമ്മുടെ ഗട്ടിൽ അതിൻ്റെ സ്ട്രെങ്ത് കൂടുന്നുണ്ടാവും. അതനുസരിച്ച് നമ്മുടെ ഹെൽത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. ഇതിന് നെക്സ്റ്റ് സ്റ്റേജാണ് ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുന്നത്. അത് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ, ഡാമേജ് ഒക്കെ ഉണ്ടായി, ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം ഒക്കെ അക്യൂട്ടായ കേസിലൊക്കെയാണ് പലപ്പോഴും ഈ ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പം ഒരു വിഷമം തോന്നിയാലും അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോണറായിട്ടുള്ള ആളുണ്ടാവുമല്ലോ. ഡോണറായിട്ടുള്ള ആൾ എന്ന് പറയുന്ന ആൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു മൈക്രോബയോട്ട ഉള്ള ഒരാളായിരിക്കും. നിറയെ നല്ല സ്ട്രെയിൻസും സ്പീഷീസും ഒക്കെ ഉള്ള ഒരാളായിരിക്കും. അയാളുടെ ഫീക്കൽ മാറ്റർ എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് ക്യാപ്സുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. നമ്മളിവിടെ കൊടുക്കുന്നതല്ലാണ്, അങ്ങനെയാണ് ഈ ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. പക്ഷേ അൺബിലീവബിൾ റിസൾട്ട്സ് ആണ് ആൾക്കാർക്ക് കിട്ടുന്നത് ഫീക്കൽ ട്രാൻസ്പ്ലാന്റിൽ. റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ റിസീവർ അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. പല ക്രോണിക് ഡിസീസുകളിൽ നിന്ന് അവർക്ക് പുറത്തു വരുന്നത് കാണാൻ പറ്റും. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഉള്ളത്, ഈ ഡോണറിൻ്റെ ബിഹേവിയറൽ പാറ്റേൺസ് വരെ റിസീവറിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മൈക്രോബയോമിൻ്റെ പവർ എവിടെ വരെയാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് മാത്രമല്ല,
സപ്പോസ് ഡോണർ ലീൻ ആണെങ്കിൽ, ഡോണർ സ്ലിം ആണെങ്കിൽ, റിസീവർ ഒബീസും ആണെങ്കിൽ, ഫീക്കൽ ട്രാൻസ്പ്ലാന്റിന് ശേഷം ഒബീസ് ആയിട്ടുള്ള റിസീവർ സ്ലിം ആവുന്നതായിട്ട് കാണാം. സോ മൈക്രോബയോംസ് പ്ലേ, ഇനി വരാൻ പോകുന്ന കാലത്ത് ഏറ്റവും വലിയ കണ്ടെത്തലുകളൊക്കെ മൈക്രോബയോം റിലേറ്റഡ് ആയിരിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് US ചെയ്യുന്നു, ഇന്ത്യയിലും ചില ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും മെഡിക്കൽ സൂപ്പർവിഷൻ ചെയ്യുന്നതാണ്, അല്ലാതെ ജസ്റ്റ് ആർക്കും പോയിട്ട് ചെയ്യാവുന്ന കാര്യമല്ല. അത് ആവശ്യമുള്ളിടത്ത് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അതിനകത്ത് റിസ്ക് ഫാക്ടേഴ്സും ഉള്ളതാണ്. ഇപ്പം നമ്മൾ മൈക്രോബയോംസിനെ ഒരു ക്യാപ്സുലേറ്റ് തരുന്നു പറഞ്ഞതല്ല ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ. കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ടല്ലോ. വാട്ട് ഈസ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് ഒരു ഇൻഫർമേഷൻ യു ഗോട്ട്, അല്ലെങ്കിൽ സംതിങ് വിച്ച് ബ്ലൂ യുവർ മൈൻഡ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിനകത്ത് എവറി സിംഗിൾ ഡേ, ഇപ്പോഴത്തെ കാര്യത്തെക്കാളും എനിക്ക് ഒരു 2016, 17, 18 ഞാൻ ഇതിൽ ഡീപ്പർ ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് സ്റ്റഡി ചെയ്ത സമയത്ത്, എവറി സിംഗിൾ ഡേ വാസ് എക്സൈറ്റിങ്. ഇപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെയായിരുന്നു എന്നെ സംബന്ധിച്ച് ഓരോ ദിവസവും. വൺസ് യു സ്റ്റാർട്ട് ലിവിങ് ഇൻ ഇറ്റ്, പിന്നെ അത് നമുക്കത് നോർമൽ ആവുമല്ലോ. ഇറ്റ്സ് നോർമൽ. ലൈക്ക് ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം വന്ന മെസ്സേജിൽ നോ സർപ്രൈസസ്, ഇറ്റ്സ് ദ സെയിം ആസ് വാട്ട് വി ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് ഫോർ മന്ത്സ് എന്ന് പറഞ്ഞ പോലെ ഒരു സിമുലേഷൻ ചെയ്ത് പോയി സെയിം എന്ന് പറഞ്ഞ് ആ ഒരു സിറ്റുവേഷനാണ്. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഐ സീ ദാറ്റ് എവറി സിംഗിൾ തിങ്. ഇപ്പോൾ ഞാൻ അടുത്ത ലേറ്റസ്റ്റ് വന്നൊരു കാര്യം കേട്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയതും, ഇപ്പോൾ എനിക്ക് പക്ഷേ തോന്നുന്നത് ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആകാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയാം. അതായത് ഏജ് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ഏജ് പുറകോട്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ അതിന് എഗനിസ്റ്റായിട്ട് സംസാരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇതൊക്കെ വെറും കൈൻഡ് ഓഫ് ഫാഡാണ്, വെറുതെ ഹൈബ്രിഡ് ആയിട്ടുള്ള സംഭവമാണെന്നുള്ളതാണ്. ബയോളജിക്കൽ ഏജ് പുറകോട്ടാക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് സപ്പോസ് ഞാനിപ്പോൾ 50 ആണെങ്കിൽ എൻ്റെ ബയോളജിക്കൽ ഏജ് സപ്പോസ് എനിക്ക് 30 കൊണ്ടുപോകാൻ പറ്റുമോ, 20 കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. നൗ ഇൻട്രസ്റ്റിംഗ്ലി പറ്റും എന്നുള്ളത് ഏകദേശം കുറച്ച് മാസങ്ങൾക്കകം ഡിക്ലെയർഡ് ആവും. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചോദിച്ചാൽ, ഏജ് റിവേഴ്സലിൻ്റെ ഹ്യൂമൻ ട്രയൽസ് FDA 2 ആഴ്ച മുമ്പ് അപ്രൂവ് ചെയ്തു US. ഹ്യൂമൻ ട്രയൽസ് എന്ന് പറയുമ്പം ആനിമൽ ട്രയൽസെല്ലാം കഴിച്ചിട്ടാണ്. സോ ദാറ്റ്സ് എ ഹ്യൂജ് ബ്രേക്ക് ത്രൂ. എനിക്ക് ലോഞ്ചിവിറ്റി സയൻസ് മാത്രമല്ല, മെഡിക്കൽ സയൻസിൽ തന്നെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂകളിൽ ഒന്നായിരിക്കും ഈ പറയുന്ന ഏജ് റിവേഴ്സൽ, ബയോളജിക്കൽ ഏജ് റിവേഴ്സൽ ഹ്യൂമൻ ട്രയൽസ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന റിസർച്ചേഴ്സിൽ ഒരാളാണ് ഡോക്ടർ ഡേവിഡ് സിൻക്ലെയർ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ in 6 months we will be able to revert 75% age. So that's going to be unbelievable ഇപ്പോൾ. പക്ഷേ that's going to be normal in the future. ഇനി നമ്മൾ സ്റ്റെം സെൽസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? സ്റ്റെം സെൽസിനെ കുറിച്ച്. അപ്പോൾ ഈ സ്റ്റെം സെല്ലിൽ നിന്നാണ് ഓരോ ഓർഗൻസും ഒക്കെ ഫോം ചെയ്യുന്ന സ്റ്റെം സെല്ലിൽ നിന്നാണ്. ലിവറിനെ അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റെം സെൽ ഉപയോഗിക്കാം എന്നൊക്കെ പറയും. നൗ പ്യൂരിപ്പൊട്ടൻറ്റ് സ്റ്റെം സെൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതായത് കുഞ്ഞുങ്ങളുണ്ടായ സമയത്തും അംബ്ലിക്കൽ കോഡ് എടുക്കുന്ന സ്റ്റെം സെൽ എടുത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ, സ്റ്റെം സെൽ ബാങ്ക്സ് എന്നൊക്കെ പറയും, സ്റ്റെം ബാങ്ക്സ്. അതെന്തെങ്കിലും ഒരിക്കൽ ആ കുട്ടിക്ക് ഒരു ഓർഗൻ ഫെയിലിയർ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ വേണമെങ്കിൽ ഓർഗനാക്കി മാറ്റാം എന്നുള്ള ധാരണയിലാണ്. പക്ഷേ മുതിർന്ന ആൾക്കാർ എന്ത് ചെയ്യും? നമ്മളൊന്നും സ്റ്റെം സെൽ എടുത്ത് വെച്ചിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡിയല്ല, റിസർച്ച് കംപ്ലീറ്റ് നിൽക്കുന്നതാണ് യമനാക്ക എഫക്റ്റ് എന്നതിന് പറയുക. ഏത് സെല്ലിനെ വേണമെങ്കിലും, എൻ്റെ സ്കിന്നിന് ഒരു സെൽ എടുത്തിട്ട് വേണമെങ്കിലും തിരിച്ചതിനെ റിവേഴ്സ് ചെയ്ത് ഒരു പ്യൂരിപ്പൊട്ടൻറ്റ് സെല്ലാക്കി മാറ്റാം, ഒരു സ്റ്റെം സെല്ലാക്കി മാറ്റിയാൽ പിന്നീട് അതിനെ ഏത് ഓർഗനാക്കി അതുകൊണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, പ്ലൂരിപ്പൊട്ടൻറ്റ് സ്റ്റെം സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഫ്യൂച്ചറിൽ ഈ ഓർഗൻ ഡൊണേഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. ഓൺ വൺ സൈഡ് യു ഹാവ് ദിസ് ബയോ പ്രിൻറ്റിങ് ഓൾറെഡി വന്നു കഴിഞ്ഞു. നൗ 3D പ്രിൻറ്റിങ് അവൈലബിൾ ആണ്. ഫ്യൂച്ചർ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ ഒരു കൈൻഡ് ഓഫ് പ്രിൻറ്റിങ് യൂണിറ്റ് പോലെ ആയിരിക്കും വർക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമുക്കൊരാൾക്ക് കിഡ്നിയാണ് വെക്കേണ്ടതെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് നമുക്ക് കിഡ്നി പിടിപ്പിക്കാൻ സാധിക്കും. വേറെ ഡൊണേഷൻ്റെ ആവശ്യമൊന്നും വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇൻഫാക്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗൻ ഉപയോഗിച്ച് ബോറടിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ടയർ മാറ്റി വെക്കുന്നത് പറഞ്ഞ പോലെ അതിലേക്കൊക്കെ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ചിന്തകൾ പോലും ഇപ്പം ഞാൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഒരു ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കൊറിഡോറിൽ കൂടെ നടക്കുന്ന സമയത്ത് ലൈറ്റുകൾ ഓണാവും. നമ്മളുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ
സെൻസ് ചെയ്യാനുള്ള സെൻസറുകൾ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ നടക്കുന്നതനുസരിച്ച് ലൈറ്റുകൾ ഓൺ ആവുന്ന നമുക്ക് കാണാൻ പറ്റും. നൗ ചിന്തകളിൽ കൂടെ തന്നെ ലൈറ്റിനെ ഓൺ ആക്കാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ റൂമിനകത്ത് കയറി ചെല്ലുന്നു, ഒരു ലൈറ്റ് അല്ലെങ്കിൽ ബൾബിലേക്ക് നോക്കുന്നു, ബൾബ് ഞാൻ ഇൻറ്റൻറ്റ് ചെയ്യുന്നത് ഓൺ ആവണമെന്ന്, അത് ഓൺ ആവുന്നു. അത് ഓൾറെഡി ട്രയൽ എക്സ്പെരിമെൻ്റൽ ബേസിൽ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മിനിസോട്ട യൂണിവേഴ്സിറ്റിയിൽ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫോർ ദാറ്റ് മാറ്റർ ഇപ്പോൾ ഓൾറെഡി 10,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ഡിവൈസ് തന്നെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ തോട്ട്സ് റീഡ് ചെയ്യാവുന്നത്. ആ ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റീഡ് യുവർ തോട്ട്സ്. ഇപ്പം നമ്മൾ രണ്ടുപേരും ഈ ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദാറ്റ് മെസ്സേജ് ആൻഡ് യു ക്യാൻ ആക്ച്വലി യു ക്യാൻ ഓൾസോ തിങ്ക്. ഉള്ളിൽ സംസാരിച്ചാൽ മതി, എനിക്കറിയാൻ പറ്റും. ഇറ്റ്സ് ഓൾറെഡി ദെയർ, മാർക്കറ്റിൽ അവൈലബിൾ ആട്ടോ. നമുക്കിത് കേൾക്കുമ്പോൾ, ഞാനത് കൂടുതൽ പറയാത്തതെന്ന് വെച്ചാൽ, കേൾക്കുമ്പോൾ തോന്നി ആർ വി ബിക്കമിങ് ടു മെക്കാനിക്കൽ എന്നൊക്കെ ഒരു തോന്നൽ വന്നെന്ന് വരാം. പക്ഷേ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റിനെ നമുക്ക് പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എൻജോയ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എ ഐ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ പേടിച്ചിട്ട് ജോലി പോകും, അതാകും ഇതാകും. ഞാൻ ജോലി പോട്ടെ, ജോലി ഇല്ലാതെ തന്നെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ സന്തോഷമുള്ള കാര്യം. നമുക്ക് കൂടുതൽ സമയം ഫ്രീ ടൈം ഉണ്ടെങ്കിലോ, ഐ തിങ്ക് ഇറ്റ്സ് എ വണ്ടർഫുൾ വേൾഡ് വിച്ച് ഈസ് ഗെറ്റിംഗ് അൺവീൽഡ്. ഒരു ദിവസം 2 ദിവസം കൊണ്ട് എടുത്ത് ചെയ്യേണ്ട പ്രപ്പോസൽ 2 മിനിറ്റിൽ ഫിനിഷ് ചെയ്തിട്ട് ബാക്കി സമയത്ത് പോയിരുന്ന് സിനിമ കണ്ടുകൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പോയിക്കൂടെ? ഞാൻ ഇപ്പോൾ ബിസിനസ് പോയിന്റിൽ നിന്ന് പലരും ചോദിക്കുന്ന സമയത്ത് എന്തായിരിക്കും ഫ്യൂച്ചറിൽ ഏറ്റവും ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഒന്നെന്ന് ചോദിച്ചാൽ, ഡെഫിനറ്റ്ലി വൺ ഈസ് എൻ്റർടൈൻമെൻറ്റ്. ദർസ് നോ ഡൗട്ട്. എൻ്റർടൈൻമെൻറ്റിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യും, ദർസ് നോ ഡൗട്ട്. കാരണം അതിനകത്ത് ആൾക്കാർക്ക് സമയം ഉണ്ടാവും. ഇപ്പോഴേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ സിനിമകളുടെയൊക്കെ വിജയം നോക്കിയാൽ നമുക്കറിയാമല്ലോ, പീപ്പിൾ ആർ ഗോയിങ് ബാക്ക് ടു ദ തിയേറ്റർ, സോ വി നോ ദാറ്റ്. അതേപോലെ തന്നെയാണ് എനിത്തിങ് വെയർ പീപ്പിൾ ക്യാൻ കം ടുഗദർ ആൻഡ് ഗെറ്റ് ടുഗദർ, ദാറ്റ്സ് ഓൾസോ ഇസ് ഗോയിങ് ടു ഗ്രോ. ഈ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ എവിടേക്കോ ആ കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ? അതിനെ ഹാർഡ് വർക്ക് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ ഇതൊക്കെ പറയുമ്പോഴും. ഇപ്പം ഞാനിപ്പോഴും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 12 hour വർക്ക് ചെയ്യുന്ന ആളാണ്. ബിക്കോസ് ഐ ലവ് വാട്ട് എവർ ഐ എം ഡൂയിങ്. അതിന് വർക്ക് എന്നാണ് എനിക്ക് തോന്നാറില്ല. ദാറ്റ്സ് മൈ ലൈഫ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണല്ലോ, പക്ഷേ യു ലവ് വാട്ട് യു ആർ ഡൂയിങ് അല്ലേ? അപ്പോൾ ഹാർഡ് വർക്ക് എന്നുള്ളത് എനിക്ക് തോന്നുന്നത്, ഇഫ് സമ്മൺ ഈസ് ഡൂയിങ് സം വർക്ക് വിത്തൗട്ട് ഹിസ് ഓൺ വില്ലിങ്നെസ്, അയാൾക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോഴേ ഹാർഡ് വർക്ക് ആവും. സോ അതർവൈസ് എല്ലാവർക്കും ഇന്ന് അവനവന് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാലമാണ്. സോ ഐ തിങ്ക് ദാറ്റ് വേ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഓൾ ടുഗദർ.